സമീപകാലത്ത് കേരള രാഷ്ട്രീയം ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു രാഷ്ട്രീയ കൂടുമാറ്റം എന്ന് പറയുന്നത് ഇടത് സഹയാത്രികനായിരുന്നു, അക്ഷരാർത്ഥത്തിൽ CPM പാർട്ടി അംഗമായിരുന്ന ശ്രീ റെജി ലൂക്കോസിൻ്റെ BJP പ്രവേശനമായിരുന്നു. ഇന്ന് നമുക്കൊപ്പം അതിഥിയായിട്ടുള്ളത് ഇപ്പോൾ BJPയുടെ സംസ്ഥാന വക്താവായി നിയോഗിതനായിരിക്കുന്ന ശ്രീ റെജി ലൂക്കോസാണ്. ഹാർദവമായി സ്വാഗതം ചെയ്യും. താങ്ക് യു. ആദ്യമേ ചോദിക്കട്ടെ, തലേ ദിവസം രാത്രിയിൽ CPMൻ്റെ വക്താവായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന താങ്കളെ പിറ്റേ ദിവസം രാവിലെ കേരളത്തിലെ മാധ്യമങ്ങൾ കാണുന്നത് BJP ആസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിക്കുന്ന ഒരാളായിട്ടാണ്. ഒറ്റ രാത്രി കൊണ്ട്, അതും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ നിന്നാണ് തീവ്ര വലതുപക്ഷ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മാറുന്നു. എങ്ങനെ അങ്ങനെ ഒരു മാറ്റം സാധ്യമാകും? ആദ്യം ഞാൻ പറയാം, ഞാനൊരു ഔദ്യോഗിക വക്താവല്ലായിരുന്നു, സഹയാത്രികനായിരുന്നു, CPM സഹയാത്രികനായിരുന്നു. പാർട്ടി മെമ്പറായിരുന്നിട്ടും ഒരു വക്താവ് എന്നുള്ള രീതിയിൽ ആ പാർട്ടി എന്നെ പരിഗണിച്ചില്ലായിരുന്നു. എന്തായാലും ചോദ്യത്തിനുള്ളിലേക്ക് വരാം. ഞാനൊരു രാത്രി കൊണ്ടെടുത്ത ഒരു തീരുമാനമല്ല, സർപ്രൈസായിട്ടൊരു എൻട്രി മാധ്യമങ്ങളുടെ മുമ്പിൽ നടന്നു എന്നുള്ള വസ്തുതയാണ്. തീരുമാനത്തിലേക്ക് എത്താനായിട്ടൊരു കുറേ നാളുകളുടെ ഒരു മനസ്സിലാത്തൊരു പ്രോസസ്സിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നമ്മളെക്കൊണ്ട് ബാധ്യതമാകുന്ന ചില വസ്തുതകളുണ്ട്. അത് നാടിൻ്റെയും ലോകത്തിൻ്റെയും വളർച്ചയാണ്. അത് കാലം തരുന്ന സ്വാഭാവികമായൊരു പരിണാമമാണ്. അത് കാണാതെ കണ്ട് നമ്മൾ ചില ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാലത്തിന് പുറകോട്ട് പോകുന്നുള്ളൊരു വസ്തുതയാണ്. നമ്മൾ പിന്നോട്ട് നടന്നുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കേരളത്തിലും ഇന്ത്യയിലും നടന്നു അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ചില വസ്തുതകൾ, ആശയപരമായിട്ടേക്കാൾ ഉപരിയായിട്ട് ഡെവലപ്മെൻറ്റ്സിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അത്യാവശ്യം നന്നായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ആശയത്തിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, മാറ്റം എന്ന വാക്കിന് അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച്, അല്ലെ അതെങ്ങനെയാണെന്നതിനെക്കുറിച്ച് കാറൽ മാർക്സ് പറഞ്ഞിരിക്കുന്ന വിഖ്യാതമായിട്ടുള്ളൊരു വേർഡുണ്ട്. മാറ്റമില്ലാത്തത് മാറ്റമെന്ന വാക്കിന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം മാറിക്കൊണ്ടിരിക്കും. ആ മാറ്റം നമ്മൾ ഉൾക്കൊണ്ടില്ല എങ്കിൽ നമ്മളൊരു പിന്തിരിപ്പൻ മാനസികാവസ്ഥയുള്ള ആളായി മാറും. നമുക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ മാറാൻ തയ്യാറാകണം. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? ലോകത്തിനൊപ്പം സഞ്ചരിക്കുന്ന എന്നൊരു വാക്ക് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്കും എനിക്കും ലോകത്തിനൊപ്പം സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. മനസ്സിനെയാണ് ആദ്യം അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ആ അപ്ഡേഷനിലൂടെ വരുന്ന കാര്യം എന്താ അവിടെ ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടത് വികസനമാണ്, ഡെവലപ്മെൻറ്റ്സാണ്. ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെയും മനസ്സിൽ ആഗ്രഹിക്കുന്ന ഡെവലപ്മെൻറ്റ്സാണ്. 3500 വർഷങ്ങളെ ആയിട്ടുള്ളൂ ഈ ഭൂമിയിൽ മനുഷ്യൻ സംസാരിക്കാൻ പോലും തുടങ്ങിയിട്ടുള്ളൂ. അത് ആ വാക്കുകൾ എന്താണെന്ന് പോലും അവൻ അറിയത്തില്ല. ആശയവിനിമയത്തിന് വേണ്ടിയിട്ടുള്ള കോലാഹലങ്ങളായിരുന്നു. ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ തുടക്കം കുറിച്ചത് എന്നെ അറിയാമായിരിക്കുമല്ലോ, ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ 1665 മെയ് മാസം 5-ാം തീയതിയാണ് മോട്ടോർ വാഹനം എന്ന് പറയുന്ന സംഭവം ലോകത്തിൽ ആദ്യമായിട്ട് അവതരിക്കുന്നത്. ജർമ്മനിലെ ഒരു പാടശേഖരത്തെ കുട്ടികളെ ഒരു പാടവരമ്പത്ത് സുരക്ഷിതമായിട്ട് ഇരുത്തിയിട്ട് അവർ ആ വയലിൽ പണിയെടുക്കുമ്പോൾ ഒരു കറുത്ത രൂപം ചലിച്ചു പോകുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്ന 3 നാടുകളിൽ 1-ാം സ്ഥാനം ജർമ്മനിയും, 2-ാം സ്ഥാനം ഗ്രീസും, 3-ാമത് സ്ഥാനം ചൈനയുമാണ്. അപ്പോൾ ഈ അന്ധവിശ്വാസങ്ങളുടെ തടവറയിലായിരുന്ന അക്കാലത്തെ ജർമ്മനിയിലെ ഈ മാതാപിതാക്കൾ, ഈ സ്ത്രീകൾ വിചാരിച്ചത് ചെകുത്താൻ കുട്ടികളെ പിടിക്കാൻ വരണമെന്നുള്ള ആ ഭയത്തിൽ തൊട്ടടുത്ത പള്ളിയിൽ ചെന്ന് അച്ഛനോട് കാര്യം പറഞ്ഞു. അച്ഛൻ മണിയടിച്ച് നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടി. ഇങ്ങനെ അവർ നിൽക്കുമ്പോഴാണ് ഈ രൂപം അതുപോലെ വീണ്ടും വരുന്നു. അവർ വന്നൊരു ഷോപ്പിൽ കയറി എന്തോ ഒരു ദ്രാവകം വാങ്ങിക്കുന്നു, ഏതോ ഒരു സാധനത്തിനകത്തേക്ക് ഒഴിക്കുന്നു, തിരിച്ചു പോകുന്നു. ഈ ഭൂമിയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു കാലത്തിൻ്റെ മാറ്റമായിരുന്നത്. ആ വാഹനത്തിൽ, അതൊരു വാഹനമായിരുന്നു, ആ വാഹനത്തിൽ വന്ന ആളുടെ പേരാണ് ബെർത്താസെ ബെൻസ്. അവരോട് 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അവർ ഗൗണായിട്ടിരുന്നത്. അതായത് ഇന്നത്തെ ബെൻസ് എന്ന് പറഞ്ഞ വാഹനത്തിൻ്റെ ഉടമയുടെ ഭാര്യയായിരുന്നു അത്. അന്നാണ് ലോകത്തിൽ ആദ്യമായിട്ട് മോട്ടോർ വാഹനം ഭൂമിയിൽ വരുന്നത്. അന്ധവിശ്വാസത്തിൽ തടവറയിലൊരു ഭയന്നു പോയെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഈ കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കൊണ്ട് മോട്ടോർ വാഹനങ്ങളിൽ വന്ന മാറ്റം അവിശ്വസനീയമാണ്. നിങ്ങൾ ആലോചിക്കൂ, അനന്തമായ ഇന്നലകളുള്ള ഭൂമിയിൽ കേവലം സഞ്ചരിക്കുന്ന വാഹനങ്ങൾ കണ്ടുപിടിച്ചിട്ട് 1.5 നൂറ്റാണ്ടേ ഉള്ളൂ. ആ 1.5 നൂറ്റാണ്ടുകൾ നമ്മളും കാലത്തിനനുസരിച്ചായിട്ട് മാറി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഓരോ വാഹനത്തിൻ്റെയും മോഡലുകളും അതിൻ്റെ സവിശേഷതകളുമാണ്. അതല്ല പഴയകാലത്തെ കാളവണ്ടിയും
അല്ലെ ആ കാളവണ്ടിയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് മാത്രം മാറ്റം വന്ന യുഗത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ആ യുഗത്തിലൂടെ സഞ്ചരിച്ചാൽ, അല്ലെ ആ മാനസികാവസ്ഥയുള്ള ഒരു സഞ്ചരിച്ചാൽ നമ്മൾ പിന്തിരിപ്പനല്ലേ, സ്വാഭാവികമായിട്ട് നമ്മളെ മാറ്റത്തിന് തയ്യാറാണ്. തീർച്ചയായും ആ മാറ്റം നേരിട്ട് കുറേ ബോധ്യപ്പെടുന്നതിന് പേരിലും കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഈ നാട്ടിലെ ജനങ്ങളെ മാറ്റത്തിൻ്റെ ഒപ്പം സഞ്ചരിപ്പിക്കാതുകൊണ്ട് കബളിപ്പിച്ചുകൊണ്ട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ള ശത്രുത കൊണ്ട് മാത്രം ഞാൻ ഈ പറഞ്ഞ കാളവണ്ടി യുഗത്തിൽ നിന്ന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ആ കാളവണ്ടി യുഗത്തിലെ മാനസികാവസ്ഥയായിട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് ശരിയില്ല എന്നുള്ള ബോധ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ പലതും കണ്ടിട്ടുണ്ട്. അത്യാവശ്യം കുറേ രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്തുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഞാൻ തന്നെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള 2002 കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ ഞാൻ അവിടെ എത്തുന്ന കാലത്ത് എന്നോട് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. കാരണം വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തതിൻ്റെ 1-2 വർഷങ്ങൾക്കുള്ളിലായതുകൊണ്ട് അവർ ഭയക്കും. പ്രത്യേകിച്ച് അവരുടെ ചോദ്യം പാകിസ്ഥാനിൽ നിന്നാണ്. കാരണം പാകിസ്ഥാൻ ബേസ് ആയിരുന്നല്ലോ അവർ ഭയന്നാണ് ജീവിച്ചിട്ടുണ്ട്. ഇന്നും അവർക്ക് ആ ഭയമുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയും, ഞാൻ ഇന്ത്യൻ എന്ന് പറയും. ഇന്ത്യ എന്ന് പറയുമ്പോൾ അവർക്ക് അറിയാവുന്ന ഒന്നാമത്തെ പേര് മദർ തെരേസയാണ്. അവരെല്ലാവരും പറയും മദർ തെരേസ ലാൻഡ് തവണ. കുറച്ച് ആളുകൾ ഗാന്ധിജിയെക്കുറിച്ച് പറയും. പിന്നെ ഇന്ത്യയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അന്ധവിശ്വാസങ്ങളുടെയും ഈ പാമ്പുകളുടെയൊക്കെ നാടായിട്ട് എന്നോട് പലരും ഇത് പറഞ്ഞിട്ടുണ്ട്. ഒന്നും അറിയത്തില്ല ഇന്ത്യയെക്കുറിച്ച്. അന്നും ഒരു 4 ലക്ഷത്തോളം മലയാളികൾ അവിടെ ഉണ്ട്. പക്ഷേ ഈ മലയാളിക്ക് ഇപ്പോൾ അമേരിക്കാരൻ്റെ മനസ്സ് തിരുത്താൻ പറ്റിയല്ലോ. പക്ഷെ ഇന്ന് നിങ്ങൾ കഴിഞ്ഞൊരു 8-9 വർഷമായിട്ട് നിങ്ങൾ അമേരിക്ക യാത്ര ചെയ്യേ. ഞാൻ തുടർച്ചയായിട്ട് ഇടവേളകളിൽ അമേരിക്കയിൽ പോകുന്ന ഒരാളാണ് പല പരിപാടികൾക്ക് വേണ്ടി. ഇന്ന് നിങ്ങൾ ഇത് അമേരിക്ക മാത്രമല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞോളൂ. നിങ്ങൾ ആ രാജ്യത്ത് ലോകരാജ്യങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ മാറ്റം ഇന്ത്യക്ക് വന്നിരിക്കുന്ന ഒരു അഭിമാനവും അന്തസ്സും ഒരു ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കിട്ടുന്ന ഒരു പ്രിവിലേജ് അതൊന്നും നിങ്ങൾ കമ്പയർ ചെയ്താൽ തന്നെ നിങ്ങൾക്കറിയാം. ഈ രാജ്യത്തിന് ലോകത്തിന് നെറുകയിലെത്തിക്കുന്നതിൽ ഈ നരേന്ദ്രമോദിജി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററും കേന്ദ്ര ഭരണകൂടം നൽകിയ സ്വാധീനവും കോൺട്രിബ്യൂഷനും അവിശ്വസനീയമായ രീതിയിലുള്ള ഇതാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തന്നെ തോന്നി 1.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിൽ 1.5 നൂറ്റാണ്ട് പോലും ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിൻ്റെ മുറുകെ പിടിച്ചുകൊണ്ട് അതാണ് ശരിയെന്നും പറഞ്ഞുകൊണ്ടും മറ്റുള്ള വളർച്ചകളെ നമ്മൾ കണ്ടില്ല എന്ന് പറയുന്നത് തെറ്റാണെന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇത്രയേ ഉള്ളൂ. എനിക്കൊരു കുറേ നാളുകളുടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു മാന്യത കാണിച്ചു. ഞാൻ ആ പാർട്ടിക്ക് വേണ്ടി ചാനലിൽ വരുമ്പോഴത്തേക്ക് ആ പാർട്ടീനെ ഒരു തെറ്റും പറയാതെ ആ പാർട്ടിക്ക് വേണ്ടി ഞാൻ ബാധിച്ചു. ഈ മാനസികാവസ്ഥയിലുള്ള ഒരു റിസൾട്ടാണ് എന്നെ BJP എത്തിച്ചത്. അതായത് മനസാക്ഷിയോട് കള്ളം പറഞ്ഞുകൊണ്ടായിരുന്നു കുറേ നാളുകൾ CPM-ന് വേണ്ടി ചാനലുകളിൽ സംസാരിച്ചതെന്ന് താങ്കൾ പറയുന്നതെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതിനൊരു മറുപടി ഇത്രയേ ഉള്ളൂ. എനിക്ക് തന്നെ ബോധ്യമായിരുന്നു ഞാൻ പറഞ്ഞു കുറേ നുണയാണെന്ന് പറയും. പക്ഷേ എന്ത് നുണ പറയുമ്പോഴും നുണയെന്ന് പറയാൻ പറ്റത്തില്ല, ആശയപരമായിട്ടുള്ള ഒരു ന്യായീകരണം. പക്ഷേ അപ്പോഴും എന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രാജ്യവുമായി ബന്ധപ്പെട്ട എന്ത് വിഷയം വന്നാലും ഞാൻ ഇന്ത്യക്കൊപ്പം നിന്നിട്ടുള്ളൂ. ഇന്ന് വരെ അതിൽ നിന്ന് ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ മുനമ്പം വിഷയത്തിൽ ഞാനെടുത്ത സ്റ്റാൻഡ് ഒരു പക്ഷേ ചാനലിൽ വീക്ഷിച്ചാൽ മനസ്സിലാവും. മുനമ്പം വിഷയം വന്നപ്പോൾ ആദ്യത്തെ ദിവസം, അതായത് ഈ മുനമ്പം സമരം തുടങ്ങുന്നതിന് പക്ഷേ അത് വാർത്താ പ്രാധാന്യം നേടിയ ഫസ്റ്റ് ഡേ മാതൃഭൂമി ചാനലിൽ ചർച്ച വന്നു. ഞാനുണ്ടായിരുന്ന ചർച്ചയിൽ. ആ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഭൂമി കണ്ട ഏറ്റവും കിരാത നിയമമാണ് വഖഫ് നിയമം. കാരണം ഈ ലോകത്തിൽ ഇങ്ങനൊരു നിയമം ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഈ വഖഫ് ബോർഡിൻ്റെ നിയമം ഇങ്ങനെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അത് മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇത്തരം ഇല്ല. ഞാൻ പഠിച്ചിട്ടാണ് പോയിരിക്കുന്നത്. 1953 ഈ വഖഫ് ബോർഡ് ഉണ്ടാക്കുന്നത്. എന്തിനാണ് അത് ഉണ്ടാക്കിയത്? അതായത് പാകിസ്ഥാനും ഇന്ത്യയായിട്ട് വിഭജിച്ചപ്പോൾ പാകിസ്ഥാനിൽ ഉണ്ടാക്കിയില്ല, ആ നിയമം ഉണ്ടാക്കിയത് ഇന്ത്യയിലാണ്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിൽ ഈ പോലുള്ള ഹിന്ദു ബോർഡ് ഉണ്ടാക്കണ്ടേ? അവിടുത്തെ ഹിന്ദുക്കൾക്ക് നമ്മുടെ ഒരു മതേതര രാഷ്ട്ര സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിന് ശക്തി പകരുന്ന ഒരു തീരുമാനം. ഇപ്പോൾ താങ്കൾ പറയുന്നതിൽ ആദ്യം ഒരു ഉപചോദ്യം. BJP താങ്കളെ ബന്ധപ്പെടുകയായിരുന്നു, താങ്കൾ BJPയെ ബന്ധപ്പെടുകയായിരുന്നു. വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല, അതാണ് എൻ്റെ സത്യം. അപ്പോൾ അതിനകത്തൊരു വിശ്വസനീയക്കുറവ് തോന്നും എന്ന് ഞാൻ പറയാം. ഈ മാറ്റം എൻ്റെ മനസ്സിൽ വന്നു തുടങ്ങിയപ്പോൾ ഇനിയും ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. നാളുകളിലെ കേരളത്തിന് വളരാനുള്ള ഒന്നും കേരളത്തിലില്ല. നമ്മൾ ജീവിച്ചങ്ങ് മാറും. നമ്മുടെ പുറകെ വരും തലമുറകൾക്ക് കേരളം ഒരു ശൂന്യമായ സ്ഥലമാണ്, ഒന്നിനും കൊള്ളാത്തൊരു സ്ഥലമായി മാറിക്കണം. ഒരു വ്യവസായം തുടങ്ങാൻ പറ്റത്തില്ല, അയാൾക്കൊരു സ്റ്റാർട്ടപ്പ് പോലും തുടങ്ങാൻ പറ്റില്ല. ഇതൊക്കെ വാചകടി മാത്രമേ ഉള്ളൂ, ഒരു ഇൻഫ്രാസ്ട്രക്ചേഴ്സും കേരളത്തിലില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് തന്നെ തോന്നി കാലത്തിനൊപ്പം സഞ്ചരിക്കണം. ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമായ BJPയുടെ നയങ്ങൾ അവർ കൊണ്ടുവന്നിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളോടൊപ്പം കേരളം പങ്കാളിയായില്ലെങ്കിൽ നാളെ ഗതികേട ഒരു വൃത്തസാധനമായിട്ട് കേരളം മാറും തോന്നിയപ്പോൾ, ആ ആശയം എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ എനിക്ക് ഈ 2 രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പങ്കാളിയില്ലാത്ത എൻ്റെ ഒരു ആത്മസുഹൃത്ത് കുറേ നാളുകളായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്. വളരെ വെൽ എഡ്യൂക്കേറ്റഡാണ്, വലിയ രീതിയിൽ വിജയിച്ചൊരു സംരംഭകനൂടെയാണ്. ഒരുപക്ഷെ ലോകം അറിയപ്പെടുന്നൊരു മലയാളി സംരംഭകനാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊന്നുമല്ല.
അപ്പോൾ അദ്ദേഹം എന്നോട് പലതവണ ചോദിച്ചിട്ടുണ്ട്, റെജിയുടെ ഈ ഇപ്പോഴത്തെ ഈ പോക്ക് ശരിയാണോ? കാരണം ഇടതുപക്ഷം എന്ന് പറയുന്നതിൻ്റെ ദാരിദ്ര്യം അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് ശരിയാണെന്ന് അദ്ദേഹം എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. ആ ചോദ്യം ഞാൻ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അങ്ങനെ അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ പലതവണ പറഞ്ഞു. എന്നെ നിർബന്ധിച്ചാലൊന്നും വീഴുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് സ്വയം ബോധ്യം വരണം. അദ്ദേഹം അങ്ങനെ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഞാനൊരാളോട് സംഘടിപ്പിച്ചാൽ, നിങ്ങളൊരു മാധ്യമ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ അനേകരെ, അതിനറിയാം ഞാൻ സ്വിറ്റ്സർലൻഡ് പിന്നെ ടൂറിസം, അഗ്രികൾച്ചർ, എൻവയോൺമെൻറ്റ് മിനിസ്റ്റർ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ താങ്കൾ ഇൻ്റർവ്യൂ ചെയ്ത മഹാരഥന്മാരെ കുറിച്ച് ഞാൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിലേക്ക് വരാം. അപ്പം ഞാൻ പറഞ്ഞു, കാണുന്നുണ്ട് കുഴപ്പം, നമ്മൾ ആരെയും കാണും, നമ്മൾ ചെകുത്താനെ കാണുമ്പോൾ ഇൻ്റർവ്യൂ എടുത്തോ, നമ്മൾ ചെകുത്താനെ കാണും, ഇത് ഇൻ്റർവ്യൂ അല്ല. അങ്ങനെ കൂടിക്കാഴ്ച BJP-യിൽ എന്നോട് പറയും, ഇന്ന ആളാണ്, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അയാളുമായിട്ട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരു പ്രശ്നമില്ല, കാരണം ഞങ്ങളൊക്കെ ചാനലിൽ എന്നും വന്ന് കണ്ട് സംസാരിക്കുന്നില്ലേ. അപ്പോൾ അങ്ങനെ ഒരു അത്യുന്നതനായ ഒരു പേര് എന്നോട് ചോദിക്കരുത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഹൗസിൽ വന്ന് ഞാനും കണ്ടു, സംസാരിച്ചു, കുറേ നേരം ഞാൻ സംസാരിച്ചു. അദ്ദേഹം എന്നെ നിർബന്ധിച്ചൊന്നുമില്ല. അതാണ് പറഞ്ഞത് ജെൻറ്റിൽമാൻ അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ നിർബന്ധിച്ചാൽ പോകുന്ന ഒരാളല്ല നമ്മൾ. ഒരു 10 കോടി രൂപ ചെയ്തിട്ട് അങ്ങനെ ആരാണ്ടൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു, എനിക്ക് കോടിക്കണക്കിന് രൂപ കിട്ടിയെന്ന്. അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. അതൊക്കെയല്ലേ നമുക്ക് കോമഡി എന്ന് പറയുന്നത്. അത് തന്നിട്ട് ഇന്നൊരു സംഭവമാണ്, നിങ്ങൾക്ക് നാളെ ഒരു മാവോയിസ്റ്റാകുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നാളെ ഒരു പാകിസ്ഥാനെ കൂടിയാണെന്ന് ചോദിച്ചാൽ നമ്മളാരില്ലോ പോകും. നമ്മളാരും നോ. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ പടിപടിയാവുന്നത് ചില പിന്നെ വ്യക്തിപരമായിട്ടുള്ള ചില ഫോർമേഷനുണ്ട്. നമ്മളതിനെ വ്യതിചലിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഈ സുഹൃത്തിന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. അതിൽ ഭയങ്കര ബിസിനസ് ഐഡിയ ഉള്ള ആളും രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളും പുരോഗമനമായിട്ട് എങ്ങനെ പോകണമെന്നാണെന്നും ആശയസമ്പന്ന ഒരു വ്യക്തിയാണ് എൻ്റെ സുഹൃത്ത്. അല്ലെ ഞാൻ അതിന് പോലും തയ്യാറാകത്തില്ല. അപ്പോൾ എന്നോട് സംസാരിച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഇഷ്ടമാണ്. ഞാനതുമായിട്ട് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആകുന്നതിന് 6 മാസം മുമ്പ് ഞാൻ അദ്ദേഹത്തിന് 4 മാസം മുമ്പ് ഞാൻ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അന്ന് മുതൽ ഈ മനുഷ്യനെക്കുറിച്ചൊരു കാഴ്ചപ്പാടിരിക്കണം. പക്ഷേ എൻ്റെ കടുത്ത CPM ഇടതുപക്ഷ പ്രണയം എന്നെ അനുവദിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹമായിട്ട് കൂടി കണ്ടു. ദീർഘമായ സംഭാഷണം കഴിഞ്ഞ് ഞാൻ ഉറപ്പ് നൽകിയില്ല, തിരിച്ചു പോന്നു. പിന്നീട് വന്ന ചില ഡെവലപ്മെൻറ്റ്സ്, പ്രത്യേകിച്ച് BJP-യെക്കുറിച്ച് CPM പറയുന്ന ഏറ്റവും വലിയ ആരോപണം വർഗീയ പാർട്ടി എന്നുള്ളതാണ്. വർഗീയതയാണ്, ചില ചാപ്പയാണ് ഇതിട്ട് അടിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ഒന്ന്, ഈ വർഗീയ ചാപ്പയടിച്ച് മലയാളിയെ BJP-യിൽ നിന്ന് അകറ്റി നിർത്തിയ CPM എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നത്. അല്ല, നിശ്ചയിക്കാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായും. ഉദാഹരണം ഞാൻ അങ്ങോട്ട് പറയാം, അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾ പറയാം. ഞാൻ പോരുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഒരു ബാലം പറഞ്ഞ ഏറ്റവും മോശമായിട്ടുള്ള പക്ക വർഗീയതയെക്കുറിച്ച് ഞാൻ എതിർത്ത് പോസ്റ്റ് ഇട്ട ആളാണ്. താങ്കൾ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ഇട്ടതിൻ്റെ പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം പറ്റിയാണ് ഞാൻ BJP-യിൽ വരുന്നത്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, എടാ, വർഗീയത പച്ചയ്ക്ക് വർഗീയത, അത് വിഭാഗീയ വർഗീയത, ചില സമുദായങ്ങളെ തമ്മിൽ അകറ്റി വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള CPM-ൻ്റെ കുൽസിത ശ്രമം, ഇനി ഞാൻ അതിനോടൊപ്പം നിൽക്കുന്നതിന് എന്തൊരു അർത്ഥമുണ്ടോ? എന്നാൽ ഇതിനേക്കാൾ ഏറ്റവും മൃദുവായി വർഗീയതയിലും പറയുന്നത് ഇവരാരോപിക്കുന്ന BJP-യോടൊപ്പം സഞ്ചരിക്കുന്നതല്ലേ നല്ലത് എന്നെനിക്ക് തോന്നി. അതിൻ്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞു, വികസനം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാഴ്ചപ്പാട്. അങ്ങനെയാണ് ഞാൻ അവസാനം എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, നമുക്ക് അവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. പിന്നെയുള്ള നീക്കങ്ങൾ ദ്രുതഗതിയിലായിരുന്നു. പക്ഷേ ആ പാർട്ടി വളരെ മാന്യമായിട്ട് എനിക്ക് ഒരു എൻട്രി തന്നു. അതിനുശേഷം ഇതുവരെയുള്ള ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ നല്ല മനുഷ്യരോടൊപ്പം ചേർന്നൊരു ബോധ്യം എനിക്കുണ്ടായി. അപ്പം അങ്ങനെ ഒരു ബോധ്യത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. ഞാനിതിനു മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടി മാറിയിട്ടില്ല. ഞാൻ പഠിക്കുന്ന കാലം മുതൽ SFI ആയിരുന്നു. അപ്പോൾ SFIയിലൂടെ ആണ് ഞാൻ വന്നത്. SFIയുടെ മെമ്പർഷിപ്പ് എടുത്തൊന്നും വന്നല്ല. അതായത് എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ തമ്മിലുള്ള ഏജ് എത്ര വ്യത്യാസം ഉണ്ടെങ്കിലും ആ ഒരു കാലഘട്ടം വായനയുടെ കാലഘട്ടമായിരുന്നു. നമ്മൾ ചെക്കുവരെക്കുറിച്ചും മറ്റുമൊക്കെ വായിച്ച് ത്രില്ലടിച്ചിട്ടാണ് ഈ ഇടതുവശത്തേക്ക് വരുന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള വാക്ക് വാസവനാണെന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയ വ്യക്തി ജീസസ് ക്രൈസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് എന്നുള്ള വാക്ക്. അതെ. ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഏതാണ്ട് തീവ്രവാദ വാക്കല്ല, സമത്വമാണ് ആ വാക്കിൻ്റെ മീനിങ്. കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അടിസ്ഥാനമെല്ലാം ഇടതുപക്ഷത്തിന് CPM-നും നഷ്ടമായി എന്ന് താങ്കൾ പൂർണ്ണമായി ഇപ്പോൾ വിശ്വസിക്കുന്നു? 101% എൻ്റെ വാക്കുകൾ ശരിയാണെന്നുള്ള കഴിഞ്ഞ 25 ദിവസത്തിനുള്ളിലുള്ള മാധ്യമങ്ങൾ എടുത്ത് നോക്കി അവർ പറഞ്ഞ വാക്കുകളും പ്രവർത്തികളും. ഞാനതിനകത്ത് പിന്നെ നമ്മുടെ പയ്യന്നൂർ വിഷയമായിട്ടൊന്നും കമ്പയർ ചെയ്തില്ല. പയ്യന്നൂർ വിഷയമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ പാർട്ടിയോടൊപ്പം ഒരാൾ പോലും ഉണ്ടാകത്തില്ല. രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചതിനെ കുറിച്ച് എന്താ ഈ പറഞ്ഞത്? അഭിമന്യുവിൻ്റെ വേണ്ടിയിട്ട് ആ പാവപ്പെട്ട പയ്യന് വട്ടവടയിലെ ഒരു
സാധാ കുടുംബത്തിൽ നിന്നും വന്ന് എറണാകുളത്ത് പഠിക്കാൻ വന്ന് അദ്ദേഹത്തിന് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്തേക്ക് STP എന്ന് പറയുന്ന ഈ രാജ്യദ്രോഹികളായിട്ടുള്ള പയ്യനെ കൊന്നു എന്നുള്ളതാണ് ആരോപണം. അതിന് വലിയ പിരിച്ചത് 3,80,00,000 രൂപയാണ്. അതന്നും നമുക്കറിയാം. അതെ, അതിൽ അവർ ആ വീടിന് വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ആ പെൺകുട്ടിയുടെ കല്യാണത്തിന് ആ വീട് പണിയുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്നത് കണക്ക് കൃത്യമായിട്ടും 45 പരമാവധി 50,00,000 രൂപയുള്ളൂ. ബാക്കി എമൗണ്ടോടെ പോയി ആ കുട്ടിക്ക് വേണ്ടി പിരിച്ചതല്ലേ. ഞാൻ കൊടുത്തു അതിനകത്ത് സംഭാവന, നമ്മളെല്ലാവരും കൊടുത്തു കാണുന്നത്. ആ പയ്യനോടുള്ള സ്നേഹം ഇന്ന് വരെ ആ പ്രതികളെ പോലും പിടിച്ചിട്ടില്ല. ഇല്ല. ഈ പൈസ അവിടെ പോയി. ഇപ്പം പിന്നെ ട്രിവാൻഡ്രത്ത് വന്നിരിക്കുന്ന കഥ എന്താ? അതെ അതെ, അങ്ങനെ ഏതാണ്ട് 12ഓളം രക്തസാക്ഷി ഫണ്ട് മുക്കിയതായിട്ടുള്ള കഥകൾ പുറത്തു വന്നു. അപ്പോൾ രക്തസാക്ഷി ഉണ്ടാകുന്നത് സാമ്പത്തികം പിന്നെ ലാഭത്തിന് വേണ്ടിയിട്ട് ആണ് എന്ന് ആഗ്രഹിക്കുന്നൊരു പാർട്ടിയായി മാറി. താങ്കൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ആർജവത്തോടുകൂടി ചെഗുവേരെ ആരാധിച്ചുകൊള്ളു എന്ന് പറയുന്നു. താങ്കൾക്ക് പിണറായി വിജയനുമായി വ്യക്തിപരമായി സ്വാതന്ത്ര്യവും അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം. അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷവും അതിനുശേഷമാണല്ലോ താങ്കൾ അഭിമുഖമൊക്കെ നടത്തുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ എന്തെങ്കിലും അദ്ദേഹത്തോടൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആർജവത്തോടുകൂടി ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായി? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ആ ചോദിക്കുന്നതിന് അത് അർത്ഥമൊന്നുമില്ല. കാരണം അത് നമുക്ക് അന്നേ ചില കാര്യങ്ങൾ മനസ്സിലായി. ഒരു കാര്യം ഞാൻ പറയാം, പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. ഞാൻ നേരിൽ കണ്ടിട്ടുള്ള പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ മാധ്യമങ്ങളിൽ പറയുന്ന വ്യക്തിത്വമല്ല. അദ്ദേഹത്തിനൊരു തീരുമാനം എടുക്കാൻ കഴിവുള്ള ഒരാളാണ്. പിന്നെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ പിണറായിയിലെ വീട്ടിൽ ഒരു ഓണത്തിന് എന്നെ അദ്ദേഹം വീട്ടിൽ വരാൻ പറഞ്ഞു എന്നോട്. മുഖ്യമന്ത്രിയായതിനു ശേഷം മുഖ്യമന്ത്രിയായ ആദ്യത്തെ ഓണം. അപ്പോൾ എനിക്കത് വലിയൊരു ഓണറായിപ്പോയി. ഞാൻ വരാമെന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങോട്ട് വാ, ഓണത്തിൻ്റെ അന്ന് വന്നാൽ നമുക്ക് സമയം കിട്ടത്തില്ല. ഓണത്തിൻ്റെ അന്ന് ഒത്തിരി ആളുകൾ പുള്ളിയെ വിഷയമായി. ആദ്യത്തെ ഓണം എനിക്ക് ഒന്ന് ക്ലിഫ് ഹൗസിലായിരുന്നു ആഘോഷിച്ചു. പിന്നെ എല്ലാം പുള്ളി അവിടെ തന്നെ ആഘോഷിക്കുന്നത്. ഞാൻ ഈ ഇൻ്റർവ്യൂവിനെടുത്തത്, ഈ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്നത് പുള്ളി മുഖ്യമന്ത്രിയാകുന്നതിൻ്റെ തൊട്ട് തലേ വർഷം പിറ്റേ വർഷത്തെ കാര്യം ഞങ്ങൾ പറയുന്നത്. ഇനി അതിനെക്കുറിച്ച് പറയാം. അതെന്നോട് പറഞ്ഞു, തലശ്ശേരിക്ക് നമ്മുടെ മലബാർ ഓണമൊന്നും കൂടാമല്ലോ എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു, വിജയേട്ടാ, ഞാൻ മലബാറോട് ഓണം ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ 2021 മുതൽ ജൂബിലി പിക്ചേഴ്സിൻ്റെ കോഴിക്കോട് മാനാനായിരുന്നു. എനിക്കിപ്പോൾ വളരെ 2000 എനിക്ക് 21 വയസ്സ് പ്രായമുള്ളൂ. ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ. അപ്പോൾ അതുകൊണ്ടൊരു 8-9 വർഷക്കാലത്തെ മലബാറിൽ ഓണം എനിക്ക് വ്യക്തമായിട്ടറിയാം. അത് നോൺ വെജിറ്റേറിയനാണ്. എന്നാലും വാന്ന് പറഞ്ഞു. പുള്ളി വിളിച്ചു, എന്നെ സ്ഥിരമായിട്ട് വിളിക്കുമായിരുന്നു. അന്ന് ഈ ഇലക്ഷന് മുമ്പുള്ള ചില ദൗത്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഞാനവിടെ ചെന്ന് അന്ന് രാവിലെ ഒരു 9 മണിക്ക് ഞാൻ വീട്ടിൽ ചെല്ലുന്നു. പുള്ളിയുടെ പുള്ളിയുടെ ഒരു സ്പെഷ്യൽ റൂമുണ്ട്. അതിനകത്ത് ഞങ്ങൾ സംസാരിക്കുന്നു. വൈഫും മോളും മകനും ഉണ്ട്. അത് ആ പയ്യൻ കൊച്ചു കുട്ടിയാണ്. ഇപ്പോൾ എപ്പോൾ 10 വർഷമായി. അപ്പോൾ അദ്ദേഹം ഒരു ലുങ്കിയും ജുബ്ബയായിട്ടിരിക്കും. ഞാൻ അങ്ങനത്തെ പിണറായി വിജയൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതാരും തന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, വിജയണ്ണി ഇത് ഡ്രസ്സ് അതെൻ്റെ മോള് വാങ്ങിച്ചുകൊണ്ടെന്ന് പറഞ്ഞു. ജുബ്ബ ഓണം സ്പെഷ്യലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഈ ഡ്രസ്സ് തന്നെ എടുത്തോളാൻ പറഞ്ഞു. ഈ ഫോട്ടോ തന്നെ ആ ഫോട്ടോ തന്നെ ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ വെച്ച് അഭിമുഖം നടത്തുന്നത്. അഭിമുഖം ഏതാണ്ട് ഒരു 1 മണിക്കൂർ ഉണ്ടെങ്കിലും ഞാൻ ആ വീട്ടിൽ നിന്ന് തിരിച്ച് വരുന്ന മൂടെല്ലാം കഴിഞ്ഞ് 5 മണിക്കാണ് പുള്ളി എന്നോട് അവിടെ കിടക്കാൻ നിർബന്ധിച്ചു. എനിക്കൊരു ചമ്പലം കൊണ്ട് ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്ത് നേരം ഞാൻ പോരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിണറായി എന്ന് പറഞ്ഞ വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് അതിനകത്തിനോട് വലിയ ഒരു അകൽച്ച തോന്നുന്നില്ല. കാരണം നമ്മളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് മാറിയതിന് ശേഷം കാണുന്ന മുഴുവൻ കുറ്റമായിട്ട് പറഞ്ഞ അന്തസ്സിലൊന്നും. പിണറായി വിജയൻ എന്നൊരു ഭരണാധികാരിയെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംസ്ഥാനത്തെ പിന്നോട്ട് നയിച്ച ഒരാൾ എന്ന നിലയിൽ ഒരു കുറ്റാരോപണം നടത്തുവാൻ തയ്യാറാണോ? ഇല്ല, ഞാനത് തയ്യാറാകത്തില്ല. കാരണം വെച്ചാൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റി ഉണ്ട്. അതില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്, ഈ CPM എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തനിക്ക് ശേഷം പ്രളയം എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ പുള്ളിക്ക് ശേഷം ഒരാളെ ഈ പാർട്ടിയിൽ വളർത്താൻ വേണ്ടി സാധിച്ചില്ല. രണ്ടാമത് പിണറായി CPM എന്നുള്ളൊരു കോൺസെപ്റ്റ് പുള്ളി ക്രിയേറ്റ് ചെയ്തു. പതിയെ ആണെങ്കിലും കമ്മ്യൂണിസം മാറി പിണറായി എന്ന് പറഞ്ഞത് അത് പുള്ളിക്ക് പറ്റിയൊരു അബദ്ധം തന്നെയാണ്. പിന്നെ അല്ലാതെ കൊണ്ട് പുള്ളിയുടെ ചില സമീപനങ്ങളിൽ മനുഷ്യന് ഇറിറ്റേഷനാക്കി പോയി. പക്ഷേ ആസ് എ പേഴ്സൺ പിണറായിയെ ഞാൻ ഒരിക്കലും ഒരു മോശം വ്യക്തി എന്ന് പറയല. അത് പറയാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഞാൻ എത്ര വർഷമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. ഞാനൊരു പാർട്ടി മാറി ആശയപരമായ പിന്നെ പേര് മാറിയതിൻ്റെ പേരിൽ ആ വ്യക്തിയെ ഇടിച്ചു കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വ്യക്തിപരമായി താങ്കൾക്കെതിരെ വളരെ ആക്ഷേപകരമായ വീഡിയോ ചെയ്തു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വലിയൊരു മാറ്റമുണ്ടാക്കിയത് താങ്കൾ BJP ചേർന്നതിന് ശേഷം മറുനാടൻ മലയാളിയിൽ വന്ന ഒരു ലേഖനമായിരുന്നു. ഞാൻ താങ്കൾ എന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഏകദേശം ഒരു 5 കൊല്ലക്കാലമായിട്ടാണ്.
അപ്പോഴെല്ലാം അന്ധമായ കമ്മ്യൂണിസ്റ്റ് ന്യായീകരണം പറയുന്ന CPM ന്യായീകരണം പറയുന്ന ഒരു വ്യക്തമാണ്. പക്ഷേ അന്ന് ഞാൻ മറുനാടൻ മലയാളിയിൽ വായിക്കുമ്പോൾ പ്രധാനമന്ത്രിയാകുന്നതിന് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ വെച്ച് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ അഭിമുഖം ചെയ്ത മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലുള്ള, അല്ലെങ്കിൽ ഒരു അന്തർദേശീയ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലുള്ള റജി ലൂക്കോസിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഭൂരിപക്ഷം ചാനൽ ചർച്ചകളിലൂടെ താങ്കളെ അറിയുന്ന സാധാരണക്കാരായ മലയാളികൾ അത്തരം താങ്കളുടെ ഒരു വശത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ താങ്കളെ ഒരു അന്തം കമ്മി എന്ന് പരിഹസിക്കുന്ന നിലയിലേക്ക് നിലവാരം താഴ്ന്നു പോകേണ്ട സാഹചര്യം ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പമുള്ള യാത്രയുടെ ന്യായീകരണങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും. ഈ നരേന്ദ്രമോദിയെ താങ്കൾ അഭിമുഖം ചെയ്ത സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? കാരണം എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള അധികം മാധ്യമപ്രവർത്തകർക്ക് അത്തരം ഒരു സൗഭാഗ്യം ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയെ ഞാൻ അഭിമുഖം നടത്തുമ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടില്ല. പക്ഷെ അതിന് മാസങ്ങൾക്ക് മുമ്പാണ്, 4 മാസങ്ങൾക്ക് മുമ്പ് 2013 ഡിസംബറിലാണ് താങ്കൾ അഭിമുഖം നടത്തുന്നത്. എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അതൊരു പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു. പ്രീ പ്ലാൻഡ് ആയിട്ടൊന്ന് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷേ ഞാൻ കാഷ്വലായിട്ട് അദ്ദേഹം പങ്കെടുത്തൊരു പരിപാടിയിൽ പങ്കെടുക്കുകയും അത് അന്നത്തെ എൻ്റെ പത്രത്തിൻ്റെ ഉടമയും ചീഫ് എഡിറ്ററും ഞാനും എൻ്റെ ഒരു കസിൻ ഡൽഹിയിൽ, അയാൾ 2 ആഴ്ച മുമ്പ് മരിച്ചുപോയി. അദ്ദേഹം വലിയ രീതിയിൽ ഡൽഹി മലയാളികളുടെ ഇടയിൽ വളരെ ഫെമിലിയറാണ്, സ്കൂളൊക്കെ നടത്തുന്ന ആളാണ്. ഞാൻ എൻ്റെ ഒരു കാഷ്വലായിട്ട് ആണോ അതോ ഇനിയിപ്പം എങ്ങനെയാണെന്നൊന്നും എനിക്ക് വിവരിക്കാൻ പറ്റത്തില്ല. ഞാൻ ആ സെക്യൂരിറ്റിക്കാരൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. എൻ്റെ ID കാണിച്ചു, US പത്രത്തിൻ്റെ. എന്തായാലും ഞാൻ മുൻകൂട്ടി അനുമതി നേടിയിട്ടാണെന്നുള്ളൊരു നുണ പറഞ്ഞു. കാരണം നമ്മുടെ മാധ്യമപ്രവർത്തനം എപ്പോഴും അവസരങ്ങൾ തേടിയെടുക്കുമ്പോൾ 100% സത്യസന്ധതയോടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തന്ത്രപരമായിട്ട് കയറി പറ്റുക എന്നുള്ളൊരു അതാണല്ലോ കഴിവൊരു തീർച്ചയായും സ്കൂപ്പൊക്കെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്. അങ്ങനെ ഞാൻ അദ്ദേഹം ഈ പരിപാടി കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ആ VVIP റൂമിൽ വെച്ച് അദ്ദേഹത്തിനടുത്ത് എനിക്ക് എത്താൻ പറ്റി. അവിടെയും ഡോറ് ഓപ്പൺ ചെയ്തപ്പോൾ കൂടെ കയറിപ്പോയി. നമുക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ലല്ലോ. പക്ഷേ അവർ മൊബൈൽ ഫോണെല്ലാം മാറ്റി വെച്ചു. അദ്ദേഹം ഞാനായിട്ട് 25 മിനിറ്റ് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, ഇന്ന മാധ്യമത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, എനിക്ക് അങ്ങേ ഒരു അഭിമുഖം വേണം. US ഏതാണ്ട് 4 ലക്ഷത്തോളം, നല്ലതല്ല, അപ്പോൾ ആ കാലത്ത് ഒരു 5-6 ലക്ഷം മലയാളികളുണ്ട്. അതുകൊണ്ട് ഈ ഇൻ്റർവ്യൂ കേരളത്തിൽ US പ്രസിദ്ധീകരിക്കണമെങ്കിലും മലയാളികൾ അറിയും വേണമെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ എന്നെ അത്ഭുതപ്പെടുത്തി വേറെ കാര്യം പറയാം. ഞാൻ അദ്ദേഹത്തിനോട് തുറന്നു പറഞ്ഞു, സാർ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയത്തില്ല, ഇംഗ്ലീഷും മലയാളവും ഇംഗ്ലീഷ് എനിക്ക് ഓക്കെ. അപ്പോൾ പുള്ളി ഒരു പോസിറ്റീവായിട്ട് ചിരിച്ചു. അല്ലെങ്കിൽ എൻ്റെ കസിൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക. ഹിന്ദി അറിയാം, പിന്നെ ഡൽഹിയിലെ സ്കൂൾ നടത്തുന്നതാണ്. ഞാൻ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഇംഗ്ലീഷിലായിരുന്നു. അദ്ദേഹം പറഞ്ഞ മറുപടി ഇംഗ്ലീഷിലാണ്. ഒരു ഉത്തരേന്ത്യക്കാരുടെ ഇംഗ്ലീഷ് സ്ലാങ് ഉണ്ടല്ലോ, ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു. അദ്ദേഹം വളരെ ഹാർദവുമായിട്ട് എനിക്ക് കൈ തന്നു. ലാസ്റ്റ് ഞാൻ ഈ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ ക്യാമറ ഇല്ല, പക്ഷേ ഇടിച്ചു കയറുന്ന, പക്ഷേ നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ട്. ഇപ്പോൾ ക്യാമറ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ മൊബൈൽ ഫോൺ സെക്യൂരിറ്റിക്കാർ പിടിച്ചു വെച്ചിട്ട് ചെന്നപ്പോഴേ അവർ ഞങ്ങളുടെ മൊബൈൽ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഒരു ട്രെയിലേക്ക് മാറ്റി വെച്ചു. അത് അങ്ങനെ തന്നെയാണ്, അത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു, അദ്ദേഹത്തിനോട് പറഞ്ഞു, സാർ ഞങ്ങളുടെ ക്യാമറ എടുക്കാൻ മറന്നു, ഇതൊരു കാഷ്വൽ ഇൻ്റർവ്യൂ ആണല്ലോ, അപ്പം അങ്ങനെയുള്ളൊരു പടം ഞങ്ങൾക്ക് വേണം. ഇൻ്റർവ്യൂ ചെയ്തെന്നുള്ളൊരു ഏറ്റവും വലിയ എവിഡൻസ് ആണല്ലോ. അതെ. അപ്പം അത് വേണം, മൊബൈൽ ഫോണൊന്ന് കിട്ടി അനുവദിച്ചാൽ ഉപകാരമായിരിക്കും. അപ്പോൾ അദ്ദേഹം ഒരു സെക്യൂരിറ്റിക്കാരനെ നോക്കി, അതായത് അനുവദിച്ചു എന്നുള്ളതാണ്. അത് തന്നു. എൻ്റെ കസിൻ പെട്ടെന്ന് കുറച്ച് പടം എടുത്തു. അതുവരെ സത്യം പറഞ്ഞ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇത്. എനിക്ക് തോന്നുന്നത് ഞാൻ പക്ഷേ ഇത് ചാനലിൽ ഇരുന്നൊന്നും പറയാറൊന്നുമില്ല അധികം. പക്ഷേ എൻ്റെ കൂടെ ഇരുന്ന് പല പാനലിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്, എൻ്റെ ജീവിതത്തിലുണ്ടായി. അതൊരു വസ്തുതയാണ്. അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ മാധ്യമങ്ങളെയും അന്തർദേശീയ മാധ്യമങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളുടെ സാധ്യത പരമാവധി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ തന്ത്രമായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹം അനുവർത്തിച്ചു പോയിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു മാധ്യമത്തിൻ്റെ ഇൻ്റർവ്യൂ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നരേന്ദ്രമോദിയുടെ അഭിമുഖം എടുക്കുന്നു, പിണറായി വിജയൻ്റെ അഭിമുഖം എടുക്കുന്നു, പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ വക്താവായി മാറുന്നു, ഇപ്പോൾ BJPയുടെ വക്താവായി മാറുന്നു. കേരളത്തിലെ BJPക്ക് റജി ലൂക്കോസ് എന്ന വ്യക്തിയെ കൊണ്ട് കാര്യമായ സംഭാവനകൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതോ താങ്കൾ, ഞാൻ നേരിട്ടങ്ങ് ചോദിക്കുകയാണ്, BJP ഇപ്പോൾ കേരളത്തിൽ ഒരു കടന്നുകയറ്റം നടത്തുവാൻ ആഗ്രഹിക്കുന്നത് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലേക്കാണ്. പ്രത്യേകിച്ചും അവർ ലക്ഷ്യമിടുന്നൊരു മേഖല തൃശ്ശൂർ മുതൽ പത്തനംതിട്ട വരെ നീണ്ടുകിടക്കുന്ന
മധ്യ തിരുവിതാംകൂർ മേഖലയിൽ. അപ്പോൾ അവിടെ നിന്നുള്ളൊരു ക്രൈസ്തവനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വക്താവിനെ കിട്ടുന്നതിൻ്റെ ഒരു ഫാസിനേഷൻ എന്നതിനപ്പുറം താങ്കളെ കൊണ്ട് ബി ജെ പിക്കോ താങ്കൾക്ക് ബി ജെ പിയെ കൊണ്ടോ എന്തെങ്കിലും പ്രയോജനങ്ങൾ ഉണ്ടാകുമെന്നോ, അത് അങ്ങനെ ഒരു മ്യൂച്വലാണോ, ഈ നാടിന് ഗുണപരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് കടന്നു പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു? ഒന്നാമതന്നെ ഞാനൊരു വസ്തുത പറയാം. ഞാൻ എന്തെങ്കിലും ഡിമാൻഡ് അങ്ങോട്ട് വെച്ചോ, അവരെന്തെങ്കിലും ഓഫർ എന്നോട് എനിക്ക് നൽകിയോ അല്ല ഈ പ്രൊഫഷനും. ഈ രാഷ്ട്രീയ വക്താവ് സ്ഥാനമൊന്നും പ്രോമിസ് ഒന്നും ചെയ്യപ്പെട്ടിരുന്നില്ല. ഞാൻ ഒരു ആവശ്യപ്പെട്ടിട്ടില്ല, എന്നോട് ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ല. സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖറുമായിട്ടാണ് ഇതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ആ ഫൈനൽ ഡേറ്റ് നിങ്ങൾ മാധ്യമങ്ങളിൽ എന്നെക്കുറിച്ച് കാണുന്ന അന്ന് തന്നെ ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത് ആദ്യമായി കാണും. ആ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് അദ്ദേഹത്തിന് നമ്മൾ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് വലിയൊരു ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ലോകം അറിയപ്പെടുന്ന വിജയിച്ചൊരു എൻ്റർപ്രണറാണ്. 3 തവണ രാജ്യസഭയിൽ, 1 പ്രാവശ്യം കേന്ദ്രമന്ത്രി. കൂടാതെ കൊണ്ട് അദ്ദേഹം കേരളത്തിൽ BJP പ്രസിഡൻ്റായതിനു ശേഷം കേരളത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സംവാദങ്ങൾ മുഴുവൻ വികസനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ഒരു ജാതിയുടെ മതത്തിൻ്റെ കാര്യം പറയാറില്ല. കേരളത്തിൻ്റെ കാഴ്ചപ്പാട് വികസനമായിരിക്കണം, BJP അതാണ് ആഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ അതിന് നമ്മുടെ ചെറുപ്പക്കാരുടെ അടുത്തൊരു ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മുടെ യൂത്ത് വളരെ ചിന്തിക്കുന്നവർ, നമുക്കറിയാൻ മേലാത്തവർ. അവരെ എന്താണെന്ന് മനസ്സിലാക്കാത്തതാണല്ലോ ഇവിടുത്തെ കോൺഗ്രസും CPM പറ്റിയ അബദ്ധം. 10 വർഷത്തെ ആശയങ്ങൾ പറഞ്ഞ ചെറുപ്പക്കാർ ഉൾക്കൊള്ളിയാലെന്നുള്ള ഇവർ തിരിച്ചറിയാത്തവരുടെ അബദ്ധം എന്ന് പറയുന്നത്. ഞാൻ ഒരു ഓഫർ ഞാൻ അങ്ങോട്ടും വെച്ചിട്ടില്ല, എന്നോട് ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. സംഭവിച്ചതല്ല അതിനുശേഷം നടന്ന കാര്യങ്ങളാണ്. ഇനി എന്നെക്കൊണ്ട് BJPക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ, ക്രിസ്ത്യൻ നാമധാരിയായതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, BJP അതിൻ്റെ പേരിൽ എന്തെങ്കിലും നേട്ടങ്ങൾ കൊയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഞാൻ എന്തെങ്കിലും നേട്ടങ്ങൾ കൊയ്യാൻ ആഗ്രഹിക്കണമെന്ന ചോദ്യത്തിനൊക്കെ ഒറ്റ മറുപടിയുള്ളൂ. അതെല്ലാം കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. ഞാനേതായാലും 10-13 വർഷക്കാലം മാധ്യമങ്ങളിൽ ചർച്ചകൾക്ക് വരുന്നുണ്ട്. അതിലുപരിയായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതുമായിരുന്നു. ഞാൻ കേരളത്തിൽ ലേഖനം എഴുതാത്ത 2-3 പത്രമേ ഉള്ളൂ. മനോരമ എഴുതിയിട്ടില്ല, ചന്ദ്രികയിൽ എഴുതിയിട്ടില്ല, പിന്നെ അങ്ങനെ 1-2 പത്രങ്ങൾ ഒഴിച്ചുള്ള എല്ലാ പത്രങ്ങളും ഞാൻ കോളം ചെയ്തിട്ടുണ്ട്. ഫ്രീക്വൻ്റ് ആയിട്ടൊന്നുമല്ല. മാതൃഭൂമി പോലെ ഞാൻ ഫുൾ പേജ് ലേഖനം എഴുതിയിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത് ഞാൻ ദീപിക പത്രത്തിലാണ്. എൻ്റെ 20ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ എൻ്റെ ലേഖനം ഇറങ്ങുന്നത്. അതൊക്കെ അന്നൊക്കെ നേരിട്ട് കൊണ്ടുപോയി വായിച്ച് കേൾപ്പിച്ചിട്ടാണ് പലതവണ പോയിട്ട് അന്ന് എഴുതാനുള്ള കൊതിയുണ്ട് ആ ലേഖനം പ്രസിദ്ധീകരിച്ചു. പിന്നെ ഞാൻ പതിവായിട്ടെന്ന് പറഞ്ഞ ഒരു മാസത്തിൽ ഒന്നെങ്കിലും മിനിമം ഞാൻ ദീപികയിൽ കോളം ചെയ്യുമായിരുന്നു. എന്തിനത് പാലാ ഡയോസിസിൻ്റെ ദീപനാളം എന്ന് പറയുന്നൊരു മാധ്യമമുണ്ട്. ദീപനാളത്തിൽ ഞാൻ കുറഞ്ഞ ഒരു 10-20 ലേഖനം എഴുതിയിട്ടുണ്ട്. എൻ്റെ ഒരു ലേഖനം വളരെ ചർച്ച ചെയ്യപ്പെട്ട ലേഖനമുണ്ട്. അതായത് നമ്മുടെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ നാമം വിശുദ്ധയായതിനു ശേഷം നമ്മുടെ രാഷ്ട്രപതി പങ്കെടുത്തൊരു പരിപാടിയുണ്ട് ഭരണങ്ങാനത്ത്. അന്നാണ് ഒരു സ്പെഷ്യൽ എഡീഷൻ ഇറക്കി ദീപനാളം. 120 പേജുകളുണ്ടായിരുന്നു. അതിൽ അൽമായനായിട്ടൊരു ഒറ്റയാളുടെ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. എൻ്റെ ബാക്കിയെല്ലാം പിതാക്കന്മാരും വൈദ്യരൊക്കെ എഴുതിയ ലേഖനങ്ങളാണ്, സിസ്റ്റേഴ്സ്. അതിൽ ഈ കാറ്റഗറി പെടാത്തൊരു ഒറ്റയാൾ ഞാനേ ഉള്ളൂ. ഞാൻ അന്ന് എഴുതിയത് പാലായ്ക്ക് വരുന്ന വികസനങ്ങളെക്കുറിച്ചാണ്. കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൽ അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു ഫുൾ പേജ് ഞാൻ. പക്ഷേ താങ്കൾ അന്ന് പ്രവചിച്ചതുപോലൊരു വികസനം ഒന്നും അൽഫോൻസാമ്മയുടെ പുണ്യവതി എന്ന നിലയിൽ, അല്ലെങ്കിൽ അതൊരു പിൽഗ്രിം സെൻ്ററായി ക്രൈസ്തവർക്കുള്ള ഒരു പിൽഗ്രിം സെൻ്റർ എന്നതിനപ്പുറം വലിയ വികസനങ്ങൾ എത്തിച്ചോ? അത് കാര്യമായിട്ടുള്ള വികസനങ്ങൾ അവിടെ എത്തിക്കാൻ പറ്റിയിട്ടില്ല. അതിലെനിക്കൊരു ചെറിയ നിരാശയുണ്ട്. എനിക്ക് തോന്നുന്നത് അതിനകത്തൊരു പോസിറ്റീവ് ആംഗിൾ എന്ന് പറയുന്നത് അൽഫോൻസാമ്മയുടെ നാമകരണവും വിശുദ്ധ പദവിയും വ്യാപാരവൽക്കരിക്കേണ്ട എന്നുള്ളൊരു നല്ല ആസ്പെക്റ്റിൽ സഭ ചിന്തിക്കുന്നു ഉണ്ടായിരിക്കാം. അതിൽ ഞാൻ പാലാരൂപതയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ വേളാങ്കണ്ണി പോലെയുള്ളൊരു മാർക്കറ്റിംഗ് സെൻ്ററായിട്ട് അതിനെ വളർത്താനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിനൊരു സാഹചര്യമുണ്ട്. പിന്നെ വേളാങ്കണ്ണിയുടെ പ്രത്യേകത, വേളാങ്കണ്ണിക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. വേളാങ്കണ്ണി അന്നൊരു വേളാങ്കണ്ണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മനുഷ്യരെല്ലാം അങ്ങോട്ട് ഒഴുകുന്നു. ഇപ്പോൾ അതല്ല, തീർത്ഥാടന കേന്ദ്രങ്ങൾ നിരവധിയായി. കേരളത്തിൽ തന്നെ അനേകം വിശുദ്ധരായി. അത് ആ വിശുദ്ധരായി. അത് തന്നെയല്ല, ആ വിശുദ്ധ പദവിയിലേക്ക് യോഗ്യരായിട്ടുള്ള ഒരുപാട് പേരെ വത്തിക്കാൻ കണ്ടെത്തി അവരെ ആ പദവിയിലേക്ക് എത്തിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഈ റയറായിരുന്ന വേളാങ്കണ്ണിയുടെ അന്നത്തെ അവസ്ഥയിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി. പക്ഷേ അൽഫോൻസാമ്മ എന്ന് പറയുന്ന ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. എൻ്റെ അമ്മയുടെ പിതാവിൻ്റെ അവരൊരു ക്ലാസ്സിൽ പഠിച്ചതാണ് മുട്ടിയറയിൽ. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്തു. ഇവർ മരിക്കുന്നതിന് മുമ്പ് നേരിട്ട് കാണുമായിരുന്നു. അന്ന് എൻ്റെ ഓർമ്മയിൽ പോലും അൽഫോൻസാമ്മയുടെ ഒരു വലിയ ചിത്രം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ക്ലാസ്മേറ്റാണ്, ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാണ്. അപ്പോൾ അതിനെ ഒരു കുറ്റമായിട്ടും അല്ലെ അതിനൊരു കുറവായിട്ടും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് എനിക്ക് തോന്നുന്നത് വേളാങ്കണ്ണിയിലേക്ക് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി ആളുകൾ തീർത്ഥാടനം വരുന്നുണ്ട്. ഭരണങ്ങാനത്തേക്ക് ഭരണങ്ങാനത്തേക്ക് ഞാൻ ഒരു വാക്കുകൂടെ സന്ദർഭമായിട്ട് പറയാം.
ജോയി കുറ്റ്യാരി എന്ന് പറഞ്ഞൊരു പ്രശസ്തനായ അമേരിക്കൻ മലയാളിയുണ്ട്. ഹീസ് ഫ്രം പാല. പുള്ളി അമേരിക്കൻ ഫ്ലോറിഡ എന്ന് പറയുന്നത്, ഫ്ലോറിഡയിലെ മയാമി എന്ന് പറയുന്ന സ്ഥലത്തെ കൗൺസിലിലെ മെമ്പറൊക്കെയാണ്. വളരെ ആക്റ്റീവായിട്ട് അമേരിക്കൻ ഭരണത്തിനോടൊപ്പവും രാഷ്ട്രീയത്തിലും അവിടുത്തെ കൗൺസിലും പ്രവർത്തിക്കുന്ന ആളാണ്. ജോയി ചേട്ടൻ എൻ്റെ ഫ്രണ്ടാണ്. മയാമി വെച്ചാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിന് 2023 ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് ഇന്നും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ അമേരിക്കയിലെ ഒരു പ്രത്യേകതയുണ്ട്. അമേരിക്ക വിവിധ ലോകരാജ്യങ്ങളിലെ പ്രശസ്തമായ ചില സ്ഥലങ്ങളുമായിട്ട് സിസ്റ്റർ സിറ്റി എന്ന് പറഞ്ഞ കൺസേണുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രം ഗാൽവെസ്റ്റൺ എന്ന് പറയുന്ന ഹ്യൂസ്റ്റണിലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹരിക്കേൻ അടിക്കുന്ന സ്ഥലത്തിൻ്റെ സിസ്റ്റർ സിറ്റിയാണ് ട്രിവാൻഡ്രം, നിലവിൽ വർഷങ്ങളായിട്ട്. അപ്പോൾ ഈ ഭരണങ്ങാനത്തിനെ മയാമിയിലെ ഒരു കൗണ്ടിയുടെ പിന്നെ ഒരു കോർപ്പറേഷനെ സിസ്റ്റർ സിറ്റി ആക്കാൻ ജോയി ചേട്ടൻ ഒത്തിരി ശ്രമിച്ചു. അതിനെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ ഇന്ത്യൻ എക്സ്പ്രസ് വരെ വന്നു. ഒരിക്കൽ എന്നോട് വിളിച്ച് ചോദിച്ചു, റജി ഇതിനകത്ത് നിന്ന് ഇൻട്രസ്റ്റ് എടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്, വളരെ താല്പര്യമാണ്. പക്ഷേ നിർഭാഗ്യം ഭരണങ്ങാനത്തെ അക്കാലത്തെ പഞ്ചായത്തും, ഭരണങ്ങാനം പഞ്ചായത്തല്ലേ, പഞ്ചായത്ത് സെക്രട്ടറിയോട് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടും ഒരു കോൺഫറൻസിൽ ഒരു പിന്നെ എന്താ പറയുക, ഒരു സൂം മീറ്റിങ്ങിൽ വന്ന് അവിടുത്തെ കൗണ്ടിയുടെ സെക്രട്ടറി ആയിട്ട് സംസാരിക്കാൻ പിന്നെ ആ പുള്ളി പലതവണ പറഞ്ഞിട്ട് ഇവർ തയ്യാറായില്ല. എനിക്കൊന്ന് ലാംഗ്വേജിൻ്റെ പ്രോബ്ലം ആണോ ഒന്നും എനിക്കറിയത്തില്ല. ഒരിക്കൽ ഞാൻ അന്നത്തെ ഇതൊരു 4-5 വർഷം 3-4 വർഷമേ ഉള്ളൂ, ഞാൻ ആ സെക്രട്ടറിയെ വിളിച്ചു. ഇത്രയ്ക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് നിങ്ങളെന്താ ഒന്ന് പങ്കെടുക്കാത്തത്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കാം. ഇതൊന്നും ഒരു കുറവല്ല. എല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചിട്ടല്ല ലോകം നടക്കണേ. നിങ്ങളതൊരു ഒരു കോംപ്ലക്സ് പേര് ഞാനത് പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ വിളിച്ചേ, ഞാൻ ആ സെക്രട്ടറിയോട് പറയാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു നീക്കമൊക്കെ ഉണ്ടായില്ല. ജോയി ചേട്ടൻ അതിനുവേണ്ടി മുഴുവൻ കാര്യങ്ങളും ചെയ്താൽ അങ്ങനെ വന്നിരുന്നുള്ള ഗുണം എന്നാ അറിയോ, ഈ സിസ്റ്റർ സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ചരിത്രം, സംസ്കാരം, വിദ്യാഭ്യാസ മേഖലകളൊക്കെ എക്സ്ചേഞ്ച് ഉണ്ടാവും. മനസ്സിലായി, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമ്മുടെ പിന്നെ ഭരണങ്ങാൻ ഓട്ടോമാറ്റിക്കായിട്ട് US അറിയപ്പെട്ടു. അതാണ് ഈ സിസ്റ്റർ സിറ്റി കൺസേൺ എന്ന് പറയുന്നത്. അതായത് ലോകത്തിന് മുമ്പിലേക്ക് നമ്മുടെ വാതിലുകൾ തുറക്കപ്പെടുന്ന സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ആളുകളുടെ വിവരക്കേടുകൊണ്ട് ജോയി ചേട്ടൻ ഒത്തിരി ട്രൈ ചെയ്താൽ ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഭരണങ്ങാനത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഭാവിയിലും അതിനുള്ള സാധ്യതകൾ ബുദ്ധിപൂർവ്വം നീങ്ങിയാലുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ CPM പറയുന്നത് പോലെ, നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് തിരികെ വന്നാൽ CPM പറയുന്നത് പോലെ, BJP പല ഘട്ടങ്ങളിലും പറയുന്നത് പോലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെക്കുറിച്ച് താങ്കളുടെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്? മുസ്ലിം ലീഗ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു മതേതര രാഷ്ട്രീയ കക്ഷിയാണെന്നുള്ളൊരു മാനസികാവസ്ഥ ഈ കഴിഞ്ഞ കാലഘട്ടം വരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു മതേതര രാഷ്ട്രീയ കക്ഷിയാണ്. മുസ്ലിം ലീഗിൽ ഒരുപാട് നേതാക്കളോട് എനിക്ക് നല്ല ബന്ധമുണ്ട്. അന്നും ഇന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നൊരു നേതാവ് മുസ്ലിം ലീഗിലുണ്ട്. അത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. കറതീർന്നൊരു മതേതരവാദിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് 100% സത്യമാണ്. അതുപോലെ പാലക്കാട് പിന്നെ ഹൈദരലി ശിഹാബ് തങ്ങൾ എനിക്കങ്ങനെ മഹാഭാഗ്യം കിട്ടിയ ആളാണ്. ഞാൻ 2000 കൈരളി ചെയ്ത വിയോജിപ്പിൻ്റെ ശബ്ദം എന്ന് പറയുന്ന 18 എപ്പിസോഡുള്ള പൊളിറ്റിക്കൽ സീരിയൽ, ഇടതുപക്ഷ പ്രാധാന്യത്തിലുള്ള സീരിയൽ, എനിക്ക് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യാൻ അവസരം കിട്ടി. പാലക്കാട് ഹൈദരലി തങ്ങൾ. അത് പിന്നെ ഹൈദരലി തങ്ങളെ, അതായത് ഈ ബാബറി മസ്ജിദ് നോക്കുമ്പം പൊളിച്ചപ്പോൾ ഉണ്ടായിരുന്ന തങ്ങൾ നല്ല മനുഷ്യനായിരുന്നു. മുഹമ്മദ് അലി ശിഹാബ്. അയ്യോ ഹൈദരലി മുഹമ്മദ് അലി ശിഹാബ്. അതെ, എനിക്ക് തെറ്റിപ്പോയ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ പോയി അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്തു. എനിക്കും എൻ്റെ ടീമിനും നൽകിയ ഹാർദവമായൊരു സ്വീകരണം, ആ മനുഷ്യ സ്നേഹം നൽകിയത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റുന്നില്ല. ഇത്രയ്ക്കും നല്ലൊരു മനുഷ്യൻ, എന്തൊരു ഗ്രേസ് ആണെന്ന് അറിയാം അതിൻ്റെ ഫേസ്. ചോദ്യങ്ങൾക്കൊക്കെ വളരെ രീതിയിൽ അദ്ദേഹം രാത്രി 10:30 അദ്ദേഹത്തിൻ്റെ പിന്നെ ഗസ്റ്റുകളെ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്ന ആ ഡൈനിങ് ടേബിളിൽ ഇരുത്തി എനിക്ക് ഭക്ഷണം തന്നിട്ട് എന്നെ, എൻ്റെ ക്യാമറമാനെയും എൻ്റെ സുഹൃത്തിനെയും വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗിനെ ആ ഒരു തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ കോൺട്രിബ്യൂഷനും ഒത്തിരി ഉണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് മുസ്ലിം ലീഗിന് വന്നിരിക്കുന്ന അധികാരഭ്രമം കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ ആശങ്കയാണ്. ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഒരു വെൽഫെയർ പാർട്ടിയെ പോലുള്ള SDPI പോലുള്ള മതതീവ്രവാദ സംഘടനകളുമായിട്ട് കൈകോർത്തത്. ആ കൈകോർത്തൽ PDCSനും കുറ്റകരമായ പങ്കുണ്ട്. അതിൽ നമുക്ക് ആശങ്കയുണ്ട്. പിന്നെ KM ഷാജി എന്ന് പറയുന്നവരുടെ നേതാവ് മതമാണ് ഞങ്ങളുടെ പ്രശ്നം, മതമാണ് അവരുടെ ഏറ്റവും വലുത്. പിന്നെ അദ്ദേഹം പറഞ്ഞ് വേറൊരു ഇതുണ്ട്, ഞങ്ങളൊരു സമുദായ സംഘടന തന്നെയാണ് എന്ന് പറയുമ്പോൾ അവരുടെ ജാതിയും മതവും അതിനകത്ത് കുത്തിക്കയറ്റി ഞങ്ങളാണെന്നുള്ളതല്ലേ. അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയോട്, മുസ്ലിം സമൂഹത്തിനോടല്ല, ആ പാർട്ടിയുടെ ആശങ്കാജനകമായ നിലപാടിനോട് നമുക്ക് എതിർപ്പുണ്ട്. അത് ഞാൻ ഇടതുപക്ഷത്തിരുന്നപ്പോഴും ഞാൻ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ ഒരു പ്രശ്നമുള്ളത്, ഇന്ന് താങ്കൾ BJPയെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് താങ്കൾ BJPയുടെ വക്താവ് കൂടിയാണ്. നമ്മുടെ രാജ്യമെമ്പാടുമുള്ള മുസ്ലിം സമൂഹത്തെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം, അത്തരം പല വാർത്തകളും ദേശീയ മാധ്യമങ്ങളടക്കം പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ജനവിഭാഗം, ഇതൊരു മതേതര രാജ്യത്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത് അവർക്കിടയിലെ തീവ്രവാദ വിഭാഗങ്ങളെ വളർത്തുന്നതിൽ വളരെ ഇൻസ്ട്രുമെൻ്റൽ ആകുന്നു എന്നൊരു വാദമുഖവും സജീവമാണ്. അതിനെക്കുറിച്ച് എനിക്ക് എൻ്റേതായ അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ എന്നോട് ചോദ്യത്തിനൊപ്പം നിന്ന ഒരാളാണ് ഞാനൊരു 1.5 വർഷം മുമ്പ് വരെ.
ഞാൻ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് യു പിയിലൊരു യാത്ര നടത്തി. വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ മരിച്ചുപോയ എൻ്റെ കസിനും ഞാനും ചണ്ഡീഗഡിലെ ഒരു മലയാളിയായ മിസ്റ്റർ ബെന്നി, അതായത് നാഷണൽ ഹൈവേയുടെ കൺസൾട്ടൻ്റാണ്. കൂടാതെ തന്നെ വലിയൊരു കോൺട്രാക്ടറാണ്. ഞങ്ങൾ 3 പേരോട് കൂടി മുലായം സിംഗ് യാദവിൻ്റെ ജന്മനാട്ടിൽ പോയി. ലക്നൌവിൽ നിന്നും ഒരു 10-100 കിലോമീറ്റർ മുമ്പോട്ട് പോയി ലെഫ്റ്റിലേക്ക് ഒരു ഡീവിയേഷൻ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഗ്രാമം. എന്തെങ്കിലും താങ്കൾക്ക് അവസരം കിട്ടി അത് കാണണം. ഒരു യൂറോപ്പ് പോലെ ഡെവലപ്പ് ചെയ്ത സ്ഥലമാണ് മുലായം സിംഗിൻ്റെ സ്വന്തം ഗ്രാമം, ജന്മഗ്രാമം. അവിടെ ഒരു വലിയൊരു സ്കൂളൊക്കെ ഉണ്ട്. ആ സ്കൂൾ കണ്ടക്ട് ചെയ്യുന്നത് ഈ മുലായം സിംഗ് യാദവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്. ഞാൻ ആ പടം വേണം കാണിക്കാം. അതായത് അഖിലേഷ് യാദവിൻ്റെ ഫസ്റ്റ് കസിൻ. അഖിലേഷ് യാദവിനോട് കൂടിയാണ് സ്കൂൾ നടന്നത്. നല്ലൊരു സ്കൂള്. അന്ന് അവിടെ രാത്രിയിൽ ആ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് മംഗളത്തിൽ എഴുതി അദ്ദേഹമായിട്ട് ഈ ചെറുപ്പക്കാരനോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടി ഇവിടെ ഭരിച്ചിട്ടുണ്ട്. എൻ്റെ ഫാദറിൻ്റെ ബ്രദറും ഇവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു, അഖിലേഷ് മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം യോഗി ആദിത്യനാഥ് ചെയ്തു. ഒരു കാലത്ത് യു പിയിൽ മനുഷ്യന് പുറത്തിറങ്ങാൻ വരെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഗുണ്ടാരാജായി. നിങ്ങൾ ഏത് ഗ്രാമത്തിൽ പോയാലും ഈ സ്റ്റൺ ഗണ്ണുമായിട്ടുള്ള തോക്കുധാരികളുടെ ചുറ്റും ആയിട്ട് വലയം തീർത്തുകൊണ്ടുള്ള നേതാക്കന്മാരെ കാണാം. ചെറിയ നേതാവ് പോലും എന്നിട്ട് പിടിച്ചുപറിയാണ്. സ്ത്രീകൾക്ക് പുറത്തുള്ള ബലാത്സംഗം അവർ പറഞ്ഞ് എന്തും ചെയ്യും. ഇന്ന് ഈ യു പിയിൽ ഏതൊരു പാതിരാത്രി ഏത് സ്ത്രീക്ക് ഒറ്റയ്ക്ക് കിടക്കാം. സകല ഗുണ്ടകളെയും പിടിച്ചകത്തിട്ട് ചിലരുടെ കൊന്നു കളഞ്ഞു. ആ മനുഷ്യൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുത്. ഈ കാര്യത്തിൽ യോഗി ആദിത്യനാഥ് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് അവരുടെ യാദവ ഇതുണ്ടല്ലോ, അദ്ദേഹം അവരൊരു വോട്ട് ബാങ്കും അദ്ദേഹം പറഞ്ഞതാ. അത് നിങ്ങൾക്ക് അദ്ദേഹം പറയണ്ട. നിങ്ങളിപ്പോൾ യു പിയിലേക്ക് യാത്ര ചെയ്യൂ, വളരെ വിസിബിളാണ്. യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ രാജിനെ ഇന്ത്യയിലെ സുപ്രീം കോടതി പലവട്ടം വിമർശിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ യു പി തെരഞ്ഞെടുപ്പിൽ 88 നിയമസഭ, യു പി 403 കോൺസ്റ്റിറ്റ്യൂൻസി അറിയാലോ, 88ഓളം മുസ്ലിം ഭൂരിപക്ഷമുള്ള കോൺസ്റ്റിറ്റ്യൂൻസിയിൽ നിന്ന് ജയിച്ചു വന്നതാരാ? BJPയുടെ കാൻഡിഡേറ്റാണ്. പക്ഷേ ആ ട്രെൻഡ് ഇത് കേൾക്കൂ, ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. അതായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള നിയോജകമണ്ഡലത്തിൽ മിക്കയിടത്തും BJP ജയിച്ചു വന്നു. നമ്മൾ ഈ കേരളത്തിലെ ചില മാധ്യമങ്ങൾ, ഈ കോൺഗ്രസ്സുകാരും CPM-കാരും പറയുന്നത് എന്താ? ഈ ബുൾഡോസർ രാജിലേക്കാണ് വരുന്നത്. ഇവരെ മുഴുവനും ഒരു അരക്ഷിതാവസ്ഥയിലേക്കാക്കി, ജീവിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇവരെ തീവ്രവാദ മാനസികാവസ്ഥയുള്ളവരാക്കി ഇന്ത്യയിൽ ഒറ്റപ്പെടുത്തിയത് BJP ഗവൺമെൻറ്റാണെന്നല്ലേ പറഞ്ഞു വരുന്നത്? തീർച്ചയായും പച്ച നുണയാണ്. അതായത് ഈ രാജ്യത്തിനെതിരെ നിൽക്കുന്നതെന്ന് സംശയിക്കുന്ന ഒരാളെ, ആ ആളിനെ കസ്റ്റഡി എടുക്കുക, അയാളെ അമർച്ച ചെയ്യേണ്ടത് ഭരണകൂടത്തിൻ്റെ കടമയാണ്. അതാണല്ലോ ബേസിക്കലി നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള തീവ്രവാദ മാനസികാവസ്ഥയുള്ളവരെ തെരഞ്ഞു പിടിച്ച് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിൻ്റെ റിസൾട്ടല്ലേ ഈ കഴിഞ്ഞ 11 വർഷമായിട്ട് ഈ രാജ്യത്തിൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും, ഇപ്പം പേരിന് വേണേൽ 1-2 പറയാം, എവിടെയെങ്കിലും ഒരു കലാപോ ഒരു ആക്രമണമോ ഒരു ബോംബ് പൊട്ടിയിട്ടുണ്ടായിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ UPA സർക്കാർ ഭരിച്ചുകൊടുന്ന കാലത്ത് 8 ദിവസം കൂടുമ്പോൾ ഇന്ത്യയിൽ ബോംബ് പൊട്ടും. 122 സ്ഥലങ്ങളിൽ ഒരേ സമയം, 122 88ഓളം സ്ഥലങ്ങളിൽ ഒരേ സമയം ബോംബ് പൊട്ടി. 206ഓളം പേരും മുംബൈ മരിച്ചു. അതിനുശേഷമാണ് മുംബൈ ആക്രമണം ഉണ്ടാകുന്നത്, കോൺഗ്രസ് ഭരിക്കുമ്പോഴുണ്ടാകുന്നത്. ഈ രാജ്യത്തിൻ്റെ മനസ്സമാധാനം, ഈ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനും ശക്തമായ നടപടികൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ ഒരു ഒറ്റ ഉദാഹരണം പറയും. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് വരാൻ സാധ്യതയുള്ള കാര്യമാണ് പറഞ്ഞത്. വരാൻ സാധ്യതയില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം 1948 ഉണ്ടാകുന്നു, 46 വരുന്നു. അന്ന് മുതൽ അവർ നേരിടുന്നത് എന്താ? ആക്രമണങ്ങളാണ്. അവരുടെ സർവൈവലിനെ പോലും ചോദിച്ചുകൊണ്ടുള്ള 1967 യുദ്ധം 7 ദിവസം കൊണ്ട് അവസാനിച്ചു. മുഴുവൻ അറബ് രാജ്യങ്ങൾ അവർക്കിട്ട് ആക്രമിക്കാൻ പോയി. ഇസ്രായേൽ ജനതയ്ക്ക് അവർ വില കൊടുത്ത സ്ഥലമാണ്, പിടിച്ചു പറിച്ചതല്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ഭൂമി മുഴുവൻ അവർ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. അവർ ഡ്രൈ ലാൻഡിൽ നിന്നൊരു വലിയ ഒരു രാജ്യം സൃഷ്ടിച്ചു. അവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷ കൊടുത്തപ്പോൾ എന്നും മിസൈൽ വീഴുക. 2003 ഒക്ടോബർ 7 സംഭവിച്ചെന്താ? 1500 മേൽ വരുന്ന തീവ്രവാദികൾ, ആ തീവ്രവാദികൾ പലസ്തീൻ അതിർത്തിയിൽ നിന്നല്ല ഗാസയിൽ നിന്ന് കടന്നു കയറി വന്ന് ഈ ലോക ചരിത്രത്തിൽ ഇന്നുവരെ ഹിറ്റ്ലർ പോലും ചെയ്യാത്ത രീതിയിലുള്ള, അത് ഹിറ്റ്ലർ ജീവിച്ചത് ഒരു 100 മുമ്പാന്ന് ആലോചിച്ചു. ക്രൂരത, കൊടും ക്രൂരത, മനുഷ്യരാശി ഏറ്റവും വലിയ കൊടും ക്രൂരതയല്ലേ? കൊച്ചുകുട്ടികളെ വലിച്ചു കീറുക, സ്ത്രീകളുടെ ഗർഭാശയത്തിലേക്ക് ഇതൊക്കെ നമ്മൾ ആ വീഡിയോകൾ കണ്ടില്ലേ? ഇതൊന്നും നുണയല്ല. പക്ഷെ അവിടെയും ഇന്നലകൾ വരെ താങ്കൾ പ്രതിനിധീകരിച്ചിരുന്ന രാഷ്ട്രീയം പോലും വിപ്ലവകാരികളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു സംഘടനയുടെ തലവന്മാരാണ് ഇന്ന് കേരളത്തിൽ. നമ്മൾ ഹമാസ് എന്ന സംഘടന തീവ്രവാദ സംഘടനയാണെന്ന് പറയുവാൻ ഇവിടെയുള്ള
കമ്മ്യൂണിസ്റ്റുകാർക്കോ കോൺഗ്രസ്സുകാർക്കോ സാധിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധ വരാം. ഈ പിന്നെ ഗാസയിലെ വിഷയത്തിൽ ഹമാസ് തീവ്രവാദികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഇസ്രായേലിനെതിരെയും കോഴിക്കോട് കടപ്പുറത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വലിയൊരു കൂട്ടായ്മ ഉണ്ടായി. കേരളത്തിൽ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ മനുഷ്യ സംഘമായിരുന്നു കോഴിക്കോട് കടപ്പുറം നിറച്ച ആൾ. അവിടെ ഒരു ഇമാമിനെ തെറ്റാന്ന് ശരിയൊന്നും ഞാൻ പറയാം, ഓൺലൈനിൽ വേദിയുടെ ഫ്രണ്ടിലിരുത്തി പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഹമാസ് ഏറ്റവും വലിയ നന്മമരങ്ങളാണെന്ന് പറഞ്ഞ് വാഴ്ത്തിപ്പാടി. ഹമാസിന്റെ നേതാവ് ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടു യോഗങ്ങൾ. അത് കോഴിക്കോടല്ല, മലപ്പുറത്ത്. അന്ന് രാത്രി നടന്ന ഒരു ചർച്ചയിൽ എനിക്ക് എൻ്റേതായ നിലപാടുണ്ട്, അത് വ്യത്യസ്തമാണെന്ന് പറഞ്ഞ് ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തത്. ഞാൻ ഇസ്രായേലിൻ്റെ ചരിത്രം പറഞ്ഞു. ഇസ്രായേലിലെ മനുഷ്യർക്ക് മനുഷ്യാവകാശമില്ലേ? തിരിച്ചടിച്ചത് അവരുടെ നിലനിൽപ്പിനാണ്. തിരിച്ചടിച്ചപ്പോൾ അവർ ക്രൂരമായിട്ട് ചെയ്തു. ഇത് അവിടെ കയറി 1500ഓളം വരുന്ന നിരപരാധികളായിട്ടുള്ള വൃദ്ധരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മൃഗീയമായിട്ട് കൊന്ന് 500ഓളം പേരെ തടവറയിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ രാജ്യം നോക്കി നിൽക്കണോ? ഇന്ത്യയാണ് നോക്കി നിൽക്കണമെന്ന് ചോദിച്ചു. ഇന്ത്യയിലെ ഒരു പൗരനെ, ഒരു അതിർത്തി കിടന്ന ഒരുത്തനെ, ഇന്ത്യയുടെ ഒരു പൗരനെ കൊന്നാൽ നമ്മൾ ആ കൊന്നവനെ അങ്ങനെ വിളിക്കുമെന്ന് ചോദിച്ചു. അതല്ലേ അവരും ചെയ്തുള്ളൂ. അവിടെ എനിക്ക് അതിനകത്ത് എൻ്റെതായ വ്യത്യാസമുണ്ടെന്ന് ഞാൻ ചർച്ച പറഞ്ഞു. തീർച്ചയായിട്ടും അത് അഭിനന്ദനീയമായ നിലപാടാണ്. ഞാൻ പറഞ്ഞോളാം. തീർച്ചയായും ഞാൻ പറയുള്ളൂ, നമ്മുടെ എല്ലാം രാഷ്ട്രീയത്തിനപ്പുറമായി സദാം ഹുസൈൻ തൂക്കിലേറ്റപ്പെട്ടപ്പോൾ ഹർത്താൽ നടത്തുന്ന, പ്രതിഷേധം നടത്തുന്ന ഒരു സംസ്ഥാനമായി സന്ദേശം സിനിമയിലെ ഒരു കോമഡി പോലെയായി നമ്മുടെ രാഷ്ട്രീയം മാറുന്നുണ്ടെന്ന അഭിപ്രായം യുവാക്കൾക്കിടയിലുണ്ട്. സത്യത്തിൽ കേരളം ഇന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ അകറ്റി നിർത്താനുള്ള കാരണം ഇത്തരം സങ്കുചിതമായ, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ചില ആളുകൾ കൊടുക്കുന്ന പിന്തുണയാണ്. ഞാൻ നിങ്ങളോട് വെനസ്വേല എന്ന് പറഞ്ഞൊരു ഉദാഹരണം പറയാം. ഞാൻ വെനസ്വേലയുടെ തൊട്ടടുത്ത രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. വെനസ്വേല എനിക്ക് പോകാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. ഞാൻ US ഉണ്ടായിരുന്നപ്പം അർജൻറ്റീന, ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിൽ ഞാൻ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് എൻ്റെ മൂത്ത സിസ്റ്ററുടെ മകൻ്റെ കല്യാണം ഗോട്ടിമാല വെച്ചായിരുന്നു. ആ ഗോട്ടിമാല ഒന്ന് യാത്ര ചെയ്യാനായിട്ടുള്ള അവസരം എൻ്റെ കാല് പരിക്ക് പറ്റിയിട്ട് പോകാൻ പറ്റിയില്ല. ടിക്കറ്റ് വരെ വന്നതാണ്. ഇല്ല, അന്ന് ഞാൻ പ്ലാൻ ചെയ്ത് ഇവിടെ എല്ലാം പോകണമെന്നുള്ളത്. സത്യത്തിൽ ഈ വെനസ്വേലയെക്കുറിച്ച് നമ്മുടെ ഈ മാധ്യമങ്ങളും ഈ ഇടതുപക്ഷം പറയുന്നത് വെറും ലോകഭീഷണിയില്ലായ്മയും പച്ച നോയ. ഇവർക്കൊരു ചുക്കും അറിയത്തില്ല. അവിടെ ഹ്യൂഗോ ചാവേസ് ഭരിക്കുന്നിടം വരെ ഒരു അത്യാവശ്യം ജനാധിപത്യവും ഒക്കെ ഉണ്ടായിരുന്നു. അത് ക്യൂബയുടെ സപ്പോർട്ടിൽ റഷ്യയിൽ നിന്നുള്ള ഭക്ഷണമെല്ലാം മേടിച്ച് അവർ ഹ്യൂഗോ ചാവേസ് കമ്മ്യൂണിസ്റ്റുകാരുടെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ആരാധ്യ പുരുഷന്മാരിൽ ഒരാളാണ്. ഹ്യൂഗോ ചാവേസിനെ കുറിച്ച് എനിക്ക് അങ്ങനെ വലിയ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഏകാധിപത്യം എന്നുള്ളതിനകത്ത് കുറിച്ച് എതിർപ്പുണ്ട്. പക്ഷേ ഈ നിക്കോളാസ് മദുറോ ആരാ? നിക്കോളാസ് മദുറോ എന്ന ആൾ തെരഞ്ഞെടുപ്പിലൂടെ വന്ന ആളൊന്നുമില്ല. ഇയാളുടെ വൈസ് പ്രസിഡൻ്റായിട്ട് വന്ന് അധികാരമായിട്ട് പിന്നെ ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പിലും അയാൾക്ക് യഥാർത്ഥ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. ഭൂരിപക്ഷം ഉണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അയാളൊരു ഏകാധിപതിയായെന്ന് മാത്രമല്ല, പിന്നീടുള്ള ഇയാളുടെ സമീപനങ്ങൾ മുഴുവനും പക്ക അമേരിക്കൻ വിരുദ്ധതയും പക്ക മനുഷ്യത്വ വിരുദ്ധതയും, നാർക്കോട്ടിക് ബിസിനസ്സിൻ്റെ ഹബ്ബായിരുന്നത്. കൂടാതെ കൊണ്ട് തന്നെ അവിടുത്തെ ഓയിൽ റിസോഴ്സ് എന്ന് പറയുന്നത് ലോകത്തിലെ നമ്പർ 1, സെക്കൻഡ് സൗദി, തേർഡ് ഇറാൻ. ഇയാൾ ചെയ്ത കാട്ടിക്കൂട്ടിയ പ്രവൃത്തികളെല്ലാം ലോകത്തിന് ഭീഷണിയായിരുന്നു. അപ്പോൾ താങ്കൾ പറയുന്നത് ട്രംപ് രാത്രിക്ക് രാത്രി ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇയാളെ അമേരിക്കയിലെ തടവറയിലേക്ക് എത്തിച്ചത് ജനാധിപത്യത്തിന് ഭൂഷണമായൊരു നടപടിയാണെന്നാണോ? ലോകത്തിൽ ഭീകരമായിട്ട് ഭരിക്കുന്ന ഏതെങ്കിലും രാജ്യമുണ്ട്, ആ ഭീകരതയെ അടിച്ചമർത്തി ആ ലോകത്തിലെ ജനങ്ങൾക്ക് സമാധാനം കൊടുക്കാൻ ഈ ലോകത്തിനൊരു ബാധ്യതയുണ്ട്. ജനാധിപത്യ ലോകത്തിന് ഒരു ബാധ്യതയുണ്ട്. നിങ്ങളുടെ ഉദാഹരണം വേണം. ആദ്യമായിട്ടല്ല അമേരിക്ക ഒരുത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. പനാമ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. ഞാൻ യാത്ര ചെയ്തിട്ടുള്ള അമേരിക്കയ്ക്ക് തൊട്ടടുത്താണ്. അവിടെ നൊറിയോഗോ എന്ന് പറഞ്ഞ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. 1989 ഒരു ഇതുപോലെ തന്നെ പിടിച്ചുകൊണ്ട് വന്നു. 1959 പിടിച്ചുകൊണ്ട് ഇപ്പോൾ അയാളിപ്പോഴും അമേരിക്കയുടെ ജയിലിലുണ്ട്. പനാമ എന്ന് പറയുന്ന രാജ്യം ലോകത്തിൽ നൽകിയ ഏറ്റവും വലിയ ഭീകരത എന്താണെന്നറിയോ? മയക്കുമരുന്നിൻ്റെ കേന്ദ്രമായിരുന്നു. അമേരിക്കയുടെ തൊട്ടടുത്തിരുന്നുകൊണ്ട് ഇത് മുഴുവൻ അമേരിക്കയിൽ കയറ്റി അയച്ച് അമേരിക്കയിലെ ജനങ്ങളെ മുഴുവൻ കുരുതി കൊടുക്കുമ്പോൾ ആ രാജ്യം ചോദ്യം ചെയ്യുന്ന പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പാകിസ്ഥാൻ നമ്മുടെ തീവ്രവാദികൾ നമ്മുടെ അതിർത്തി കടന്ന് എത്ര ആക്രമണം നടത്തിയിട്ടുണ്ട്? എന്തുകൊണ്ട് നീ നടത്തിക്കോളാം നമ്മൾ നോക്കിയിരിക്കുമോ? നമ്മൾ ഇല്ല. പക്ഷേ അവിടെയും ഒരു ചോദ്യമുള്ളത് പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാം. സർജിക്കൽ സ്ട്രൈക്കിന് അപ്പുറത്തേക്ക് ഇത്രയും വളരെ തീവ്രമായ ഒരു നിലപാടിലേക്ക് പോകാനുള്ള എല്ലാ അനുകൂല രാഷ്ട്രീയ സാഹചര്യങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും ഉള്ളപ്പോഴും നമ്മുടെ രാജ്യം കടന്നുപോയിട്ടില്ല. ഞാൻ നേരത്തെ തന്നെ ഒരു മറുപടി പൂർത്തീകരിച്ചിട്ട് ഇതിലേക്ക് വരാം. ഈ വെനസ്വേല കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ കയറി ആക്രമിച്ചു 6000 പട്ടാളക്കാരുടെ നടുവിൽ ഉറങ്ങുന്ന അയാളെ പിടിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഈ പട്ടാളക്കാരുടെ അനുമതിയില്ല പറ്റിയല്ലോ. അവിടുത്തെ പട്ടാളം പോലും ഇവനെതിരായിരുന്നു.
അതിനുശേഷം വെനിസ്വേല നടന്ന സംഭവങ്ങളെ കൂടെ നിങ്ങൾ പഠിക്കണം. വെനിസ്വേല എന്ന് പറഞ്ഞാൽ 3,80,000 ജനങ്ങളുള്ള നാടാണ്. 80 ലക്ഷം ജനങ്ങളോട് പലായനം ചെയ്തു ഈ വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ. കാരണം അവിടെ പട്ടിണിയും പരുവട്ടാണ്. ലോകത്തിലെ ഏറ്റവും എണ്ണ സോഴ്സുള്ള രാജ്യം എന്നാലിക്കണം. എന്നാൽ 2 ചെറിയ പ്രകടനമാണ് ഇതിനെതിരെ അമേരിക്കയെതിരെ അവിടെ നടന്നത്. ഇന്നും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടാണ് ആ നാട്ടിലെ ജനങ്ങൾ തെരുവിൽ പ്രകടനം നയിക്കുക. എന്താണ് കാരണം? ആ രാജ്യത്തിനെ നശിപ്പിച്ച പട്ടിണി പരുവാക്കിയ ഈ ഏകാധിപതിയെ പിടിച്ചുകൊണ്ട് പോയത് ആ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യാന്നുള്ളതല്ലേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ അമേരിക്കയെ കുറ്റപ്പെടുന്നത്? ഈ നാവെടുത്ത 40 തൊട്ട് അമേരിക്കയെ കുറ്റപ്പെടുന്ന ഈ മലയാളിക്കൊരു ഹരമാണ്. ഇവൻ്റെ എല്ലാ റിലേറ്റീവ്സും മറിച്ചത് എല്ലാം അമേരിക്കയിലുണ്ട്. അറിയോ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഞാനുണ്ടായിരുന്ന ആ പാർട്ടിയുടെ തലപ്പത്തുള്ളത്, ഇപ്പോൾ പേരൊന്നും ഞാൻ പറയത്തില്ല, ചിത്രം സഹിതം ഞാൻ പേഴ്സണലായിട്ട് കാണിക്കാം. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഈ വെനിസ്വേലയുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അമേരിക്ക തെമ്മാടി രാഷ്ട്രമെന്ന് വിളിച്ചുകൊണ്ട് മോശമായതിൽ പോസ്റ്റിട്ട ഒരു സൈദ്ധാന്തിക ലെവലിലുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കേരളത്തിൽ, CPM കാരൻ. ഈ CPM നേതാവ് ഭാര്യ സഹിതം 2 മാസം മുമ്പ് അമേരിക്കയിൽ ദിവസങ്ങളുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോകുന്നത് അല്ല, മുഖ്യമന്ത്രി പോട്ടെ, ഇങ്ങനെ ഈ തെമ്മാടി എന്ന് പറഞ്ഞ ആളെ ഉണ്ട്. അങ്ങനെ ഈ തെമ്മാടി രാജ്യത്തേക്കുള്ള യാത്ര അവർക്ക് അവസാനിപ്പിക്കാമല്ലേ? എൻ്റെ ചിത്രം സഹിതമുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഈ വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് ഈ വിവരം എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ ആ പേരൊന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അമേരിക്ക പോകാതിരിക്കാൻ പറ്റത്തില്ലേ? പണ്ട് ക്യൂബയായിട്ട് അമേരിക്ക പ്രശ്നം ഉണ്ടായപ്പോൾ MABB പറഞ്ഞൊരു വിവാദ പ്രസംഗമുണ്ട്. എന്താ പറഞ്ഞത്? ഞാൻ എന്തെങ്കിലും കാരണവശാൽ ചികിത്സയ്ക്കാണെങ്കിൽ പോലും ക്യൂബയ്ക്ക് അമേരിക്ക വഴി പോകത്തില്ല, അങ്ങനെ പോലും ഞാൻ അമേരിക്ക പോയില്ലെന്ന് പറഞ്ഞു. ആ ബേബി ഒരു 150 പ്രാവശ്യം ഇപ്പോൾ അമേരിക്ക പോയിട്ടുണ്ട്. MABB. എനിക്ക് MABB ഇഷ്ടമുള്ള ഒരാളാണ്. കമ്മ്യൂണിസ്റ്റ് ഐഡന്റിറ്റി റിവീൽ ചെയ്തുകൊണ്ടാണ് ഇവരെല്ലാം അവിടെ പോകുന്നതെന്നുള്ള മറ്റൊരു കുറ്റം പറയുന്നത് വേണ്ട. കേരളത്തിൻ്റെ ഇന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞ 4 ലക്ഷത്തിൻ്റെ കണക്ക് വർഷങ്ങൾക്ക് മുമ്പ് 12.5 ലക്ഷം മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവർ ഈ അമേരിക്കയെക്കുറിച്ച് നാവെടുത്ത് 40 തൊട്ട് തെറി പറയുന്നില്ലേ? ഇവർ മനസ്സിലാക്കണം, പണ്ടത്തെ പോലെ ലോകം ഈ റെജിലൂക്കോസിൻ്റെയും ടോമിനി ഉൾപ്പെടെയുള്ളവരുടെ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ വരുന്ന എല്ലാ കാര്യങ്ങളും ഓൾ വേൾഡ് നിരീക്ഷിക്കുന്നുണ്ട് ട്രാൻസ്ലേഷനിലൂടെ. അമേരിക്കക്കെതിരെ നടത്തുന്ന എന്നാൽ ഇവിടെ നിങ്ങൾ ആരും നിൽക്കണം, നിൻ്റെ നാട്ടിൽ പ്രശ്നം ഞങ്ങൾക്കെതിരാണ്, നീ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞാലോ? ഇതൊക്കെ അമേരിക്കയിൽ താമസിക്കുന്ന, അല്ലെ ലോകത്ത് മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളികളെയും ഇന്ത്യക്കാരനെ ഇത് ബാധിക്കുന്നുണ്ട്. അവർക്ക് ശത്രു തോന്നിയാലോ? അവരുടെ പണം ഇങ്ങോട്ട് വരുന്നു, കോടാനുകോടികളും ആ ഒരു വർഷം വരുന്നു, ഇവിടെ സുഖമായിട്ട് അനുഭവിക്കുന്നു, എന്നിട്ട് അവരെ കുറ്റം പെടുന്നു. അമേരിക്ക കേരളത്തിനടുത്ത് ചെയ്തത്, ഞാൻ അന്നും ഇന്നും അമേരിക്കൻ സപ്പോർട്ടറാണ്. കാരണം ഞാൻ അമേരിക്കയിൽ ജീവിച്ച് അവിടുത്തെ യഥാർത്ഥ സോഷ്യലിസം അമേരിക്കയിൽ യൂറോപ്പിലാണ്. ഓരോ ഇൻഡിവിജ്വലിനും ഒരു പ്രാധാന്യം നൽകുന്നുണ്ട്. അതല്ലേ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഇവർ ഈ ഇങ്ങനെയുള്ള രാജ്യങ്ങളെ കുറ്റപ്പെടുന്നത് എന്തിനാണെന്നറിയോ? ഈ മനസ്സിൽ വളരാത്ത അസൂയുള്ള ആളുകളുടെ മനസ്സിൽ ഇത് പെട്ടെന്ന് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അവർക്ക് വോട്ട് കിട്ടും. പക്ഷെ അത് പോയി. പുതിയ തലമുറയിലേക്ക് ഒന്ന് ക്യാമറ വെക്കൂ. അത് പോയി എന്നാണോ പറയുന്നത്? 100%. തീർച്ചയായും BJPക്ക് അങ്ങനെ ഒരു ചോദ്യത്തിലൂടെ നമുക്ക് അവസാനിപ്പിക്കാം. BJPക്ക് ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? ഞാൻ 100% വിശ്വസിക്കുന്നില്ല. ഭരണത്തിലേക്കൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. മുഖ്യ പ്രതിപക്ഷ കക്ഷിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ചരിത്രപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു സാന്നിധ്യം BJP നിയമസഭയിൽ വരും. ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ കോട്ടയം ജില്ലയെക്കുറിച്ച് പറയാം. ഈ കോട്ടയം ജില്ലയിൽ ഞാൻ 3-4 നിയോജകമണ്ഡലം പറയുന്നുണ്ട്. വിജയിക്കുന്നുള്ള അവകാശമല്ല, അവിടെ സംഭവിക്കാൻ പോകുന്നു. ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, പാല, കടുത്തുരുത്തി, ഒരളവ് വരെ ഏറ്റുമാനൂർ നിയോജകമണ്ഡലങ്ങളിൽ ചരിത്രം തിരുത്തി കുറിക്കുന്ന വോട്ട് ഷെയർ BJPക്ക് ഉണ്ടാവും. ഇതിലൊരു 3 കോട്ടയം ജില്ലയിൽ സീറ്റാണ് താങ്കൾ പറയുന്നത്. ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം. ഞാൻ ഒരു മണ്ഡലത്തിന് പറഞ്ഞാൽ നാളെ അല്ലെങ്കിൽ എന്നോട് ചോദിക്കരുത് നിങ്ങൾ പറഞ്ഞ പൊട്ടത്തരാണെന്നുള്ളൂ. ഇതിലൊരു 3 സീറ്റ് ഒരുപക്ഷെ ജയിച്ചാൽ പോലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. കാരണം നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ BJPയിൽ നിന്ന് അകറ്റാനായിട്ട് ഇവർ പല അടവുകളും നയിച്ചു. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു പ്രശ്നങ്ങൾക്ക് പോവുമോ, ഒരു വഴക്കുണ്ടാക്കാനായിട്ട് ഒന്നും അവർ പോകാറില്ല. കഴിവതും അവർ കുട്ടികളെ വളർത്തി പഠിപ്പിച്ച് വിദേശങ്ങളിലൊക്കെ അയച്ച്, മാതാപിതാക്കൾ പോലും വിദേശ രാജ്യങ്ങളിൽ കാണുന്നു, സമാധാനം ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. അത് ഈ ഹിന്ദു കമ്മ്യൂണിറ്റി അങ്ങനെ തന്നെയാണ്. മിക്കവാറും എല്ലാ കമ്മ്യൂണിറ്റിയും നമ്മളൊരു സെപ്പറേഷൻ വേണ്ട എങ്കിലും എസ്പെഷ്യലി ഈ സമൂഹത്തിനെ BJPയിൽ നിന്നും മാറ്റാനായിട്ടുള്ള ശ്രമം പരാജയപ്പെട്ടു. മഹാഭൂരിപക്ഷം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി ഈ സ്ഥലങ്ങളിലെ കാത്തലിക് കമ്മ്യൂണിറ്റി BJP തരുന്ന വളർച്ചയും BJPയുടെ ആശയപരമായിട്ടുള്ള നന്മയും അവർ വാഗ്ദാനം ചെയ്ത വികസനവും, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് വന്നിരിക്കുന്ന വൻപൻ കുതിപ്പും ആ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളികൾ ഇവരുടെ കുടുംബങ്ങളിലേക്കെല്ലാം പറയുന്നുണ്ട്. എനിക്ക് വ്യക്തമായിട്ടറിയാം ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ വന്നിരിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു മാറ്റം ഡെയിലി വന്നുകൊണ്ടിരിക്കുക. എനിക്കൊക്കെ നേരിട്ട് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഛത്തീസ്ഗഡിൽ മലയാളികളായ ക്രൈസ്തവ
മിഷണറി സന്യാസിനിമാർ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ താങ്കൾ ഈ പറഞ്ഞ മേഖലകളിൽ BJPക്കെതിരെ അതിശക്തമായ പ്രതിഷേധം കൂടി ഉയർന്നു വന്നിട്ടുണ്ടായി. താങ്കൾ എന്നോട് ആ ചോദ്യം ചോദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ്. അവിടെയാണ് ഈ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. അതായത് ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ, എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുള്ള മലബാറിലുള്ള 2 കന്യാസ്ത്രീകളെ അവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ബജരംഗൽ ദൾ എന്ന് പറയുന്ന ഒരു പരിവാർ സംഘടന, ഒരു തീവ്ര മാനസികാവസ്ഥയുള്ള ഒരു സംഘടനയുടെ ഒരു വനിതാ നേതാവസ്ഥ തടഞ്ഞു വെച്ചു, അവരെ ജയിലിൽ അടച്ചു. ഇതാണ് സംഭവം. അതെ, അവിടെ രാജീവ് ചന്ദ്രശേഖർ, ഷോൺ ജോർജ്, നമ്മുടെ അനൂപ് ആൻ്റണി പോലുള്ളവരോട് ലാൻഡ് ചെയ്തു. ഞാനന്ന് ഈ BJP നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. അവിടെ ലാൻഡ് ചെയ്ത് അവിടുത്തെ മുഖ്യമന്ത്രിയെ കാണുന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു. കേരളത്തിലെ പല MPമാരും ഞങ്ങളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയി നാടകം കളിച്ച് ഇവർക്കൊന്നും അവിടെ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല. ചെന്ന് കണ്ട് സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തി. 2ാമത്തെ ജാമ്യാപേക്ഷ അവർ ജാമ്യത്തിലിറങ്ങി. അന്ന് കേരളത്തിൽ വമ്പൻ രീതിയിലുള്ള മാധ്യമശ്രദ്ധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ സംഭവിച്ചെന്താ, ഈ കന്യാസ്ത്രീകൾ ഇറങ്ങിയതിന് ശേഷം നേരെ പോയത് എങ്ങോട്ടാണ്? ബഹുമാനപ്പെട്ട അമിത്ഷാജിയുടെ ഓഫീസിലേക്കാണ്. അദ്ദേഹത്തിനോട് നേരിട്ട് കണ്ട് താങ്ക്സ് പറയും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിടിച്ചിട്ട ആണോ നിങ്ങൾ നന്ദി പറഞ്ഞെന്ന് ചോദിക്കും. അല്ല, പിടിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ കൺവെർഷൻ ആണെന്നുള്ള തെറ്റിദ്ധരിച്ച് ഈ പാവപ്പെട്ട പിള്ളേരെ കൊണ്ടുപോയി മടത്തി ചേർത്ത് ഇതുങ്ങളെ ആക്കാനാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ ആ തെറ്റാണോ ശരിയാണെങ്കിൽ ആ ആരോപണം കൊണ്ടാണ് പിടിച്ച് അവർക്ക് തടഞ്ഞു വെച്ച് അവിടെ ഇട്ടത്. പക്ഷേ റിയാലിറ്റീസ് മനസ്സിലാക്കി അവരെ പുറത്തേക്ക് കൊണ്ടത്. കണ്ടിന്യൂ ചെയ്യണം. വേറൊരു കാര്യം പറയാം. ഛത്തീസ്ഗഡിൽ പരിശുദ്ധ മാതാവിൻ്റെ ഒരു വലിയൊരു പ്രതിമ അടിച്ചു പൊട്ടിക്കുന്നൊരു സീൻ നമ്മളെല്ലാവരും കണ്ടു. ഈ സംഭവം നടന്നത് എപ്പോഴാണെന്നറിയോ? കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോഴവിടെ, ഈ കഴിഞ്ഞ മുമ്പത്തെ ഭരണത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് സംഭവം നടക്കുന്നത്. ആ സംഭവമാണ്, ആ പടമാണ് ഇപ്പോഴും ഒരു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ ചോദ്യം ഞാൻ ടോമിനോട് ചോദിക്കാം. അരുണാചൽ പ്രദേശ് എന്നൊരു സ്ഥലമുണ്ട്, ഞാൻ വിശാലമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് നിങ്ങൾ ചെല്ലണം. 95% ഏറ്റവും കുറഞ്ഞ 90% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്, അറിയാമല്ലോ. അതെ അതെ. അവിടെ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻസിൻ്റെ അടുത്ത് പ്രവർത്തിക്കുന്ന അവിടെ ഭരിക്കുന്ന ആരാ? അരുണാചലിൽ ഇപ്പം BJP കൂട്ടത്തോടെ അരുണാചൽ പ്രദേശിൽ കഴിഞ്ഞ ഈ ടൈമിന് മുമ്പിലുള്ള കൂട്ടത്തോടെ MLAമാർ BJPയിലേക്ക് വന്നു. 2ാമത്തെ പ്രാവശ്യം ഇലക്ഷന് വന്നപ്പോൾ മഹാഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിലറിയും. ഞാൻ പറഞ്ഞു വരുന്നത് ഒറ്റ കാര്യം നമ്മളോട് പറയണം. അരുണാചൽ പ്രദേശിൽ ചർച്ചുകളിലും സ്കൂളുകളിലും അവിടെ മിഷണറി പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്നവരിൽ 95% മലയാളി കന്യാസ്ത്രീകളും പുരോഹിതന്മാരുമാണ്. നിങ്ങൾ അവരോട് ആരോടെങ്കിലും ചോദിക്കുക, അവിടെ ഈ BJPയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷൻ അവർ നേരിടുന്നുണ്ടെന്നുള്ളത്. ഇല്ല, ദേ ആർ വെരി ഹാപ്പി. അറിയാമല്ലോ, ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്നൊരു സ്ഥലമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ അല്ലെന്ന് അവരിപ്പോഴും പറയുന്നുണ്ട്. ആ മലമുകളിൽ ഞാൻ കുറച്ചൊക്കെ പോയിട്ടുണ്ട്, അപ്പുറത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. ആ മലയുടെ മുകളിൽ സ്റ്റീപ്പ് ഹിൽസാണ്. 10-12 മണിക്കൂർ ഭീകരമായ സാഹചര്യത്തിൽ നടന്നു കയറി പോകേണ്ട സ്ഥലങ്ങളിൽ പോയി മിഷൻ പ്രവർത്തനം നടത്തുകയും അവരെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ നമ്മുടെ മലയാളി അച്ഛന്മാരും കന്യാസ്ത്രീകളുണ്ട്. ഇവിടെ എവിടെയെങ്കിലും മതപരിവർത്തനത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു വാക്ക് BJPയിൽ നിന്നുണ്ടായിട്ടുണ്ടോ? 95% ക്രൈസ്തവരുള്ളവരടുത്ത് BJPക്ക് അങ്ങനെ ഒരു വാക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഛത്തീസ്ഗഡിലേക്ക് വന്നാൽ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് BJPയുടെ ഭൂരിപക്ഷം കിട്ടുന്നത്? അവരെ പ്രീണിപ്പിച്ച് നിൽക്കുകയാണ്. ഞാനൊരു തർക്കത്തിലേക്കല്ല, ഛത്തീസ്ഗഡിലേക്ക് മടങ്ങി വന്നാൽ നമുക്കറിയാം, അമിത്ഷായെ കണ്ട ഭാഗങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴും 2 ജാമ്യാപേക്ഷ കോടതിയുടെ മുമ്പിലെത്തിയപ്പോൾ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന പ്രോസിക്യൂഷൻ ഈ ജാമ്യത്തെ വളരെ ശക്തമായി എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ പിടിച്ച് ഒരു കസ്റ്റഡിയിലെടുക്കുമ്പോൾ എന്തിനാണ് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഏത് കോടതിയിലും ന്യായം പറയാനായിട്ട് എതിർക്കുന്നുണ്ട് വരും. അത് സ്വാഭാവികം. അല്ല പിന്നെ എന്തിനാണ് ഇവരെ നിങ്ങൾ പിടിച്ചെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ ജയിലിലേക്ക് പോകും. 2ാമത്തെ ജാമ്യാപേക്ഷയിലാണ് അവർക്ക് കിട്ടുന്നത്. അതെ, അന്ന് പ്രോസിക്യൂഷൻ എതിർത്തില്ല. പ്രോസിക്യൂഷൻ എതിർക്കാണ്ടല്ലേ അവർ ജാമ്യം കിട്ടിയത്. അപ്പോൾ 2ാമത്തത് തെറ്റായ ധാരണയാണ്. 2ാമത് എതിർത്തില്ല. ഒന്നാമത് അവർക്ക് വേണ്ടി ചാർത്തപ്പെട്ടതെന്നാണെന്നറിയണം. മതപരിവർത്തന നിയമം, ഭീകര നിയമങ്ങളാണ്. ഇനി മതപരിവർത്തന നിയമം ഇന്ത്യയിൽ ആദ്യമായിട്ട്, മതപരിവർത്തന നിരോധന നിയമം ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നാരാ? കോൺഗ്രസ്സാണ്. ബീഫ് നിരോധനം നിരോധന നിയമം കൊണ്ടുവന്ന സംസ്ഥാന സർക്കാരുകൾ ആരാ ഇന്ത്യയിൽ ആദ്യമായിട്ട്? കോൺഗ്രസ്. ഞാൻ പിന്നെ എങ്ങനെയാണെന്ന് ഈ BJP നാവിടുത്തെ 40 വട്ടം അല്ല, അതെ, അത് ഒരു നിയമം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സമൂഹത്തിൽ ഒരു അച്ചടക്കം ഉറപ്പുവരുത്താനായിട്ട്. പക്ഷെ ആ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നിയമത്തെ കയ്യിലെടുക്കുന്ന സാഹചര്യത്തെയാണ് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത്.
അങ്ങനെയുള്ള ആശങ്കകളാണ്. ഞാൻ എന്തായാലും അതിൻ്റെ തർക്കങ്ങളിലേക്ക് പോകുന്നില്ല. അവസാനമായി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായും ഏതെങ്കിലും ഒരു സംഘടനയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തെ അന്ധമായി ന്യായീകരിക്കുന്ന ഒരു വ്യക്തിത്വമല്ലാത്ത രീതിയിൽ താങ്കൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും മുൻപോട്ട് പോയി കാണുവാൻ കേരളം ആഗ്രഹിക്കുന്നുണ്ട്. റെജി ലോക്കോസ് എന്ന തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ കേരളത്തിന് ഗുണകരമായി ഉപയോഗിക്കുവാൻ BJPക്ക് സാധിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കാം. താങ്ക്സ് എ ലോട്ട്.